അധികാരികൾക്ക് വേണ്ടി തങ്ങളുടെ കസേരകൾ ഉപയോഗിക്കേണ്ടി വരും, തങ്ങളുടെ നിയമങ്ങളെ മാറ്റിമറിക്കേണ്ടി വരും. അത് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിന്റെ കോടതിയിലേക്ക് ചെല്ലുമ്പോൾ ഇമാമുൻ അദ്ലുൻ, നീതിമാനായ ഭരണാധികാരികൾക്കേ നാളെ രക്ഷപ്പെടാൻ കഴിയൂ, അല്ലാത്തവർ നാളെ കഷ്ടപ്പെടും എന്ന് പറഞ്ഞ ഹബീബായ നബി തങ്ങളുടെ ആ ഹദീസുകൾ ഇവർക്ക് ഓർമ്മയുണ്ട്. മഹാന്തങ്ങൾ പറഞ്ഞു, ഹജ്ജാജ് ഇബ്നു യൂസുഫേ, 1 മുതൽ 10 വരെ എണ്ണാൻ പോലും അറിയാത്ത എന്നെയാണോ നിങ്ങൾ എന്നെ നിങ്ങൾ ചീഫ് ജഡ്ജാക്കി നിയമിക്കുന്നത്? ഇയാൾക്ക് ചൂടായി. നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കുകയാണോ? നിങ്ങൾ എന്നെ വിഡ്ഢിയാക്കുകയാണോ എന്ന് ചോദിച്ചു. അതതബാലഹു അലയ്യ, നിങ്ങൾ എന്താ വിഡ്ഢിത്തരം കളിക്കുകയാണോ എന്ന് ചോദിച്ചു. മഹാനായ ഈ മഹാന്തങ്ങളെ കുറിച്ച് പറഞ്ഞു, അൻത മുറായിൻ, നിങ്ങളെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി പണ്ഡിതനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ആളാണ്, നിങ്ങൾ ഷോ ഓഫ് ചെയ്യുന്ന ആളാണ്, നിങ്ങൾ ഇങ്ങനെ സെൽഫ് പ്രൗഡാണ്, ആളുകളുടെ മുമ്പിൽ നിങ്ങൾ എന്തോ വലിയ ആളാണെന്ന് നടിക്കുന്ന ആളാണ്, നിങ്ങൾ ആലിമാണെന്ന് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണ്. ഇതൊക്കെ പറയാൻ തുടങ്ങി. ഒരൊറ്റ ഓട്ടം മഹാനവറുകൾ ദിജലയുടെ മുമ്പിലേക്ക്. ദിജല എന്ന് പറയുന്നത് ഇറാഖിലൂടെ ഒഴുകുന്ന ലോക പ്രശസ്തമായ നദിയാണ് ടൈഗ്രിസ് നദിയിൽ തൊട്ടടുത്താണ്. ഹജ്ജാജ് ഇബ്നു യൂസുഫിന്റെ കൊട്ടാരത്തിന്റെ ഒരൊറ്റ ഓട്ടം മഹാനവറുകൾ. അപ്പൊ ആളുകളൊക്കെ പിന്നാലെ കൂടി, കാരണം അറിയപ്പെട്ട പണ്ഡിതനാണ്, എല്ലാരും പിന്നാലെയുണ്ട്. ദിജല നിറഞ്ഞൊഴുകുകയാണ്. ആ നിറഞ്ഞൊഴുകുന്ന വെള്ളത്തിന്റെ അരികത്ത് നിന്ന് മഹാനവറുകൾ ആ ഒരു ക്ലിഫിൽ നിൽക്കുകയാണ്. അതിന്റെ തെല്ലത്ത് ചാടിയാൽ വെള്ളത്തിലേക്കാണ്. അല്ലാഹുമ്മ ഇൻ കുൻതു മുറായിയൻ ഫഗ്രിഖ്നി, നിറഞ്ഞൊഴുകുന്ന ദിജല നദിയുടെ മുമ്പിൽ മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി നിന്നുകൊണ്ട് പറഞ്ഞു, അല്ലാഹുവേ ഇൻ കുൻതു മുറായിയൻ ഫഗ്രിഖ്നി, എന്നെ പറ്റി പറയുന്നത് ഞാൻ ആളുകളെ കാണിക്കാൻ വേണ്ടി നടക്കുന്ന ആളാണെന്നാണ്. പടച്ചവനെ, ഞാൻ അങ്ങനെ റിയാഉം സുംഅത്തും, ലോകമാന്യവും ആളുകളുടെ മുമ്പിൽ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന മനസ്സ് എനിക്കുണ്ടെങ്കിൽ ഫഅഗ്രിഖ്നി, ഈ വെള്ളത്തിൽ എന്നെ മുക്കിക്കളയണമേ എന്ന് പറഞ്ഞ് ദിജലയിലേക്കൊരു ചാട്ടം മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. 3 ആളെ മുക്കാൻ മാത്രം വെള്ളമുള്ള ആഴമുള്ള ദിജലയിലേക്ക് മഹാനായ മഹാൻ തങ്ങൾ ചാടി എന്ന് മാത്രമല്ല, ആ മഹാനവറുകൾ വെള്ളത്തിൽ മേലോട്ട് പൊങ്ങി വന്ന കറാമത്ത് മഹാന്മാരായ പണ്ഡിതന്മാരെ രേഖപ്പെടുത്തി. മുങ്ങിയിട്ടില്ല മഹാനവറുകൾ, മുങ്ങിയില്ല എന്ന് മാത്രമല്ല, കരയിലേക്ക് അടുക്കുന്നു. പടച്ചവനെ, എന്നെ നീ മുക്കേണമേ, എനിക്ക് അങ്ങനെ സ്വഭാവമുണ്ടെങ്കിൽ. അള്ളാഹു തിരുത്തി കൊടുത്തു, ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അല്ല, ഒരിക്കലുമല്ല ഇത്. ഇതേപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തത്തുല്യമായ സംഭവം മുഅത്ത എന്ന ഹദീസ് ഗ്രന്ഥമുണ്ട്. ലോകത്തെ ആദ്യത്തെ ഹദീസ് ഗ്രന്ഥം ഏതാണെന്ന് ചോദിച്ചാൽ അതിന് സാങ്കേതികമായ ഉത്തരം കിതാബുൽ മുഅത്ത ലിൽ ഇമാം മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ദാരുൽ ഹിജ്റ, മദീന കണ്ട ലോകം കണ്ട പ്രഗൽഭനായ ഇമാം, മദീന ലോകത്തിന് സമ്മാനിച്ച ഇമാം, മാലിക്കി മദ്ഹബിന്റെ പ്രഗൽഭനായ പണ്ഡിതൻ ഇമാമായ മാലിക് ഇബ്നു അനസ് റഹ്മത്തുള്ളാഹി അലൈഹി അവരെഴുതിയ ഒരു ഗ്രന്ഥമുണ്ട് അൽ മുഅത്ത എന്നത്. പ്രിന്റഡ് ആണ്, കാണാൻ കിട്ടും. പക്ഷേ കിതാബ് ഓതാൻ പറ്റും, ഉസ്താദുമാർ മുതഅല്ലിമീങ്ങൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ അതിൽ പ്യൂർ ഹദീസ് അല്ല, അതിലൊരുപാട് ഫിഖ് ഉണ്ട്, കർമ്മശാസ്ത്ര നിയമങ്ങളുണ്ട്. അതുകൊണ്ട് പ്യൂർ ഹദീസ് ഗ്രന്ഥമായിട്ട് അതിനെ കാണാറില്ല. ഹദീസും ഫിഖും കലർന്ന ഗ്രന്ഥമാണ്. അതുകൊണ്ടാണ് മുഅത്തയെ അത്രക്ക് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ അങ്ങ് പരിചയപ്പെടാതെ പോകുന്നത്. പക്ഷേ ആദ്യമായി ഹദീസിന്റെ സമാഹരണം നടന്നത് മുഅത്തയിലാണെന്നാണ്. ഇമാം സുഹരി തങ്ങൾക്ക് മുഅത്ത എന്ന ഗ്രന്ഥം ഉണ്ടായിരുന്നു. പലർക്കും ഉണ്ട്. മുഅത്ത എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒത്തു സമ്മതിച്ചത് അതിനർത്ഥം. അപ്പൊ അന്ന് ചില ആളുകൾ ഇങ്ങനെ ചില കുശുകുശു, മാലിക് എന്ന ഒരു കിതാബ് എഴുതിയിട്ടുണ്ട്, ഒരു ഹദീസിന്റെ സമാഹരണം മുഅത്ത, വെറുതെ ആളാവാൻ വേണ്ടി ചെയ്തതായിരിക്കും. ആളുകൾ പറയാൻ തുടങ്ങി. കുറച്ചാളുകൾ പറഞ്ഞത് മഹാന്റെ ചെവിയിലെത്തി. മഷിപുരണ്ട് എഴുതിയ 100 കണക്കിന് പേജുകൾ എടുത്തുകൊണ്ട് ഇമാം മാലിക് എന്നവര് ഒരു കുളത്തിന്റെ മുമ്പിൽ കൊണ്ടുപോയി വെക്കുന്നു. അല്ലാഹുവേ, ഞാൻ ഈ ഹദീസുകൾ രേഖപ്പെടുത്തിയത്, ഈ ഹദീസുകളെ ഞാൻ ഇങ്ങനെ സമാഹരിച്ചു വെച്ചത്, അതിൽ എൻ്റെ നീയത്ത് നിനക്ക് ഇഷ്ടമല്ലെങ്കിൽ, എൻ്റെ നീയത്ത് നിനക്ക് ഇഖ്ലാസോടുകൂടെ ഉള്ള നീയത്തല്ലെങ്കിൽ, പടച്ചവനെ, ഈ കിതാബ് ഞാൻ വെള്ളത്തിലേക്ക് എറിയുകയാണ്. ആ മഷി പരന്ന് അത് നശിച്ചു പോകണം. അല്ല, നിനക്കത് തൃപ്തിയാണെങ്കിൽ
എന്റെ നിയ്യത്ത് നീ കബൂൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ മഷി പോലും നഷ്ടപ്പെടാതെ, മഷി പോലും പരന്നു പോകാതെ നീ ഈ ഹദീസ് ഗ്രന്ഥത്തെ സംരക്ഷിക്കണേ റബ്ബേ. ഇത് പറഞ്ഞ് വെള്ളത്തിലേക്ക് എറിഞ്ഞ മഹാനാണ് മഹാനായ മാലിക് ഇബ്നു അനസ് റളിയല്ലാഹു അൻഹു. എടുത്തു നോക്കുമ്പോ ഒരക്ഷരത്തിന്റെ മഷി പോലും വെള്ളം പുരണ്ടില്ല. ആ ഗ്രന്ഥമാണ് ലോകത്ത് നിലനിൽക്കുന്നത്. ഇന്നുമുണ്ട് കിതാബുൽ മുഅത്ത. അള്ളാഹുവിന്റെ വലിയൊരു കറാമത്ത്, അള്ളാഹു നൽകിയ കറാമത്ത്. അംബിയാഇന് മുഅ്ജിസത്തുകൾ ഉണ്ടാകുന്ന പോലെ അള്ളാഹുവിന്റെ ഔലിയാഇന് അള്ളാഹു നൽകുന്ന ഭൗതികമായ കഴിവുകളാണ് കറാമത്ത് എന്ന് പറയുന്നത്. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ആഴമേറിയ ദിജ്ലയിൽ മുങ്ങാതെ അദ്ദേഹം ഒരു പോറലുമേൽക്കാതെ രക്ഷപ്പെട്ടു വരികയാണ്. മഹാനവറുകളെ രക്ഷപ്പെട്ടു എന്ന് കണ്ടപ്പോ താൻ ചീഫ് ജഡ്ജ് സ്ഥാനം ഏറ്റെടുത്തില്ല എന്ന ഒരൊറ്റ കാരണത്തിന്റെ പേരിൽ മഹാനവറുകളെ കുരിശിൽ കൊണ്ടുപോയി തറച്ചു. കുരിശ് എന്ന് പറഞ്ഞ നമ്മുടെ തെങ്ങ് പോലെയുള്ളത്, വലിയ മരങ്ങൾ നാട്ടിവെച്ച് കുറുകെ ഒരു മരവും വെച്ച് കുരിശ് പോലെ കൈകാലുകൾ പിടിച്ചു കെട്ടി അന്നം കൊടുക്കാതെ വെള്ളം കൊടുക്കാതെ പൊരിവെയിലത്ത് മഹാന്മാരെ കെട്ടിയിട്ട് ദാരുണമായി കൊന്നുകളയുന്ന രംഗം. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി അങ്ങനെ കുരിശിൽ തറക്കപ്പെട്ട ഒരു മഹാനാണ്. താബിഈങ്ങളിൽ പ്രമുഖനായ മഹാനാണ് മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി. അന്ന് താബിഈങ്ങൾ ജീവിച്ചിരിപ്പുണ്ട്. കൂഫയിൽ മഹാനവറുകളെ പിടിച്ചുകെട്ടി നിൽക്കുന്ന അങ്ങാടിയിൽ ജനങ്ങൾ ഇത് കാണാൻ വരുമ്പോ ആ കാണാൻ വരുന്ന കൂട്ടത്തിൽ താബിഈങ്ങളുണ്ട്, താബിഈങ്ങളുണ്ട്. അവരിൽപ്പെട്ട ചില മുതഅല്ലിമീങ്ങൾ ഇങ്ങനെ മഹാനെ നോക്കി നിൽക്കുമ്പോ, മഹാനവറുകൾക്കന്ന് ജീവനുണ്ട്, മരണം സംഭവിച്ചിട്ടില്ല, താഴേക്ക് തന്നെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുന്ന ചില മുതഅല്ലിമീങ്ങൾ സമയം കളയുന്നത് കാണുമ്പോ അൻത തൻദുറു ഇലയ്യ വതഖിഫു മഅൻ നദാറ ലാ തഫഅൽ ഫഇന്നി അഖ്ശാ അൻ യുൻസില അലൈക അല്ലാഹു സഖതഹ. മുതഅല്ലിമേ, എന്നെ കാണാൻ വേണ്ടി സാധാരണക്കാർ എന്റെ മുഖത്ത് നോക്കി നിൽക്കുന്ന പോലെ സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ, ന്യായത്തിന്റെ പക്ഷം നിന്നതിന്റെ പേരിൽ, ഒരു ഭരണാധികാരിക്കും ഓശാന പാടാൻ ഞാനില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ സത്യം സത്യമായി വിളിച്ചു പറയാൻ എനിക്ക് താല്പര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഏൽപ്പിച്ചു തരുന്ന ഈ അപ്പക്കഷ്ണങ്ങൾ എനിക്ക് വേണ്ട എന്ന് നിരസിച്ചതിന്റെ പേരിൽ എന്നെ ഇങ്ങനെ കുരിശിൽ തറച്ചത് കാണുമ്പോ എന്റെ മുഖത്ത് നോക്കി സമയം കളയുകയാണോ നിങ്ങൾ? ഞാൻ പേടിക്കുകയാണ്. അള്ളാഹുവിന്റെ അദാബ് നിങ്ങൾക്ക് ഇറങ്ങി വരും, നിങ്ങളുടെ തലയിലേക്ക് വീഴും. അതുകൊണ്ട് ഇദ്ഹബ് അന്നീ, എന്റെ മുമ്പെന്ന് പോയി കിതാബോധി പഠിക്കുക എന്ന് മുതഅല്ലിമീങ്ങളോട് കുരിശിൽ തറക്കപ്പെട്ട മഹാനവറുകൾ താഴേക്ക് നോക്കി വിളിച്ചു പറഞ്ഞത് ചരിത്രം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാൻ പറയുന്നത് പണ്ഡിതന്മാരിൽ അസാധ്യമായ ധൈര്യവും അപാരമായ ധാർമ്മിക ബോധവും, ജീവൻ നഷ്ടപ്പെടുകയാണെങ്കിൽ പോലും സത്യം മുറുകെ പിടിച്ചുകൊണ്ടല്ലാതെ തിന്മയുടെ ഓരം ചേർന്നുകൊണ്ട് ഒരു നിലപാടിലും കോംപ്രമൈസ് ചെയ്യാൻ ഞാനില്ല എന്ന് പറഞ്ഞ ഒരു തലമുറയുടെ പിന്മുറക്കാർ, ആ മഹാന്മാരിൽ നിന്ന് പഠിക്കേണ്ട ചില പാഠങ്ങളുണ്ട്. ഇത് സധൈര്യം ഉമ്മത്തിന്റെ മുമ്പിൽ പറയേണ്ടതുണ്ട്. ധർമ്മം ധർമ്മമായും സത്യം സത്യമായും ആലിമീങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ പിന്നെ ആരാണ് ഇവിടെ പറയാനുള്ളത്? അള്ളാഹുവിന്റെ കിതാബും പരിശുദ്ധ ഹബീബിന്റെ സുന്നത്തും ഈ ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ആലിമീങ്ങളാണ്. പണ്ഡിതന്മാർ, അമ്പിയാക്കന്മാർ ചെയ്യുന്ന ദൗത്യമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പണ്ഡിതന്മാരുടെ വായ മൂടിക്കെട്ടുന്നത് ഒരു മഹല്ല് കമ്മിറ്റിയോ ആരാണെങ്കിലും സംഘടനാ നേതൃത്വങ്ങളാണെങ്കിൽ പോലും ആലിമീങ്ങൾക്ക് പറയാനുള്ളത് ഇൽമാണ്, അറിവാണ്, അള്ളാഹുവിന്റെ ദീനിന്റെ അറിവുകളാണ്. അത് കേൾക്കുകയും ഉൾക്കൊള്ളുകയും പറ്റുന്നത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യേണ്ടവർ. എന്നാൽ അത്തരം ആളുകൾക്ക് പറയാൻ പോലും അവസരം നൽകാതെ, അവരെ ഒരിക്കലും നാവനക്കാൻ പോലും വിടാതെ അവർക്ക് കൂച്ചുവിലങ്ങുകൾ ഇടുന്നതാണോ സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്? അതല്ല. ആലിമീങ്ങൾ സധൈര്യം സത്യം വിളിച്ചു പറയുമ്പോൾ അവരുടെ കൂടെ നിന്ന് സത്യത്തെ വിജയിപ്പിക്കേണ്ടവരല്ലയോ നമ്മൾ? അതുകൊണ്ട് തിന്മകൾ തിന്മകളാണെന്നും നന്മകൾ നന്മകളാണെന്നും വേർതിരിച്ച് ഉത്തരവാദിത്വ ബോധത്തോടുകൂടെ തെളിയിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം പണ്ഡിതന്മാർക്കുള്ള പോലെ അതനുസരിക്കേണ്ട ബാധ്യത സാധാരണക്കാർക്കുണ്ട്. മഹാനായ മഹാൻ റഹ്മത്തുള്ളാഹി അലൈഹി ജീവന് ഭീഷണി ഉണ്ടായൊരു നേരത്ത് ആ കുരിശിൽ കടന്നുകൊണ്ടാണ് മഹാനവറുകൾ ലോകത്തോട് വിട പറയുന്നത്. മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റഹ്മത്തുള്ളാഹി തആല അലൈഹി, മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ എന്നവർ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ എന്ന് പറയുന്ന മഹാനവറുകളെ ഇതുപോലെ ക്രൂരമായി ശിക്ഷയ്ക്ക് വിധേയമാക്കിയപ്പോൾ
ആ മഹാന് വേണ്ടി കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തു കൊടുത്തിട്ടുണ്ട്. റബ്ബേ, സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിലാണ് അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ, ഇമാം ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി ഇങ്ങനെ ഒരു താടന പീഡനത്തിന് വിധേയമാകുന്നത്. അല്ലാഹുമ്മ സബ്ബിത്ഹു, റബ്ബേ ആ കാലുകൾക്ക് നീ ഉറപ്പ് കൊടുക്കണമേ, ഒരിക്കലും അടിപതറാതെ നിർത്തേണമേ എന്ന് മഹാനായ ഖുസാഇ തങ്ങൾക്ക് വേണ്ടി അഹ്മദ് ഇബ്നു ഹംബൽ എന്നിവർ ദുആ ചെയ്തു കൊടുക്കുന്നു. വിശുദ്ധ ഖുർആൻ സൃഷ്ടിയാണോ അല്ലയോ എന്ന ഒരു ചർച്ച നടക്കുന്ന കാലം, അന്നത്തെ ബിദ്അത്തിന്റെ ആശയക്കാർ രംഗപ്രവേശനം ചെയ്ത കാലം. വിശുദ്ധ ഖുർആൻ അല്ലാഹുവിന്റെ മഖ്ലൂഖല്ലാത്ത കലാമാണ്. അല്ലാഹു സൃഷ്ടിക്കപ്പെട്ടവനല്ല, അല്ലാഹു സ്രഷ്ടാവാണ്. ലം യലിദ് വലം യൂലദ്, അല്ലാഹുവിന് ജന്മം കൊടുത്ത ഉമ്മയോ ഉപ്പയോ ഇല്ല. അല്ലാഹു ഒരു മക്കൾക്കും അല്ലാഹു ജന്മം കൊടുത്തിട്ടുമില്ല. അല്ലാഹു സൃഷ്ടിച്ചതാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹു സ്വമദാണ്, സ്വയം പര്യാപ്തനാണ്, എല്ലാവരും അവനെ ആശ്രയിക്കുന്നവനാണ്. എന്നാൽ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ്, ആരാലും സൃഷ്ടിക്കപ്പെടാത്ത the uncreated creator of the universe, ആ പടച്ചതമ്പുരാനെ പരിചയപ്പെടുത്തുകയാണ് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന് പറയുന്ന സൂറത്ത്. ആ റബ്ബിന്റെ 99 ആട്രിബ്യൂട്ട്സ്, അല്ലാഹുവിന്റെ നാമഗുണങ്ങളാണ്, ഗുണവിശേഷണങ്ങളാണ്. അല്ലാഹുവിന്റെ 99 ഇസ്മുകൾ എന്ന് പറയുന്ന അല്ലാഹുവിന്റെ സിഫാത്തുകൾ. ആ സിഫാത്തുകൾ നമ്മൾ മനസ്സിലാക്കണം. തൗഹീദുൽ ഇബാദ, തൗഹീദുർ റുബൂബിയ്യ, തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. അല്ലാഹു ഏകനാണ് എന്ന് പറയുന്ന തൗഹീദിനെ 3 വിഭാഗമാക്കി പണ്ഡിതന്മാർ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. ഒന്ന് തൗഹീദുൽ ഇബാദ, ഇബാദത്ത് അല്ലാഹുവിന് മാത്രമേ നമുക്ക് സമർപ്പിക്കാൻ കഴിയൂ. 2 തൗഹീദുർ റുബൂബിയ്യ, ഈ പ്രപഞ്ചത്തിന്റെ പരിപാലകൻ അല്ലാഹു എന്ന ഏകനായ റബ്ബ് മാത്രമാണ്. സുബ്ഹാനക യാ റബ്ബ്. 3 തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്, അല്ലാഹുവിന്റെ നാമങ്ങളും അല്ലാഹുവിന്റെ നാമവിശേഷണങ്ങളും. അല്ലാഹു എല്ലാം കാണുന്നവൻ, അല്ലാഹു എല്ലാം കേൾക്കുന്നവൻ, അല്ലാഹു ജീവൻ നൽകുന്നവൻ, അല്ലാഹു മരണം നൽകുന്നവൻ, അല്ലാഹു പുനർജന്മം നൽകുന്നവൻ, അല്ലാഹു ശിഫ നൽകുന്നവൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്താണ് സൃഷ്ടിപ്പ് നടത്തിയത്, അവനാണ്. അല്ലാഹുവാണ് ഡിസൈനുകൾ ചെയ്തത്. അൽ മുബ്ദിഅ, അല്ലാഹുവാണ് സൃഷ്ടിപ്പ് നടത്തിയത്. അൽ ഖാലിഖ്, അൽ ഹയ്യുൽ ഖയ്യൂം, അൽ അസീസുൽ ഹകീം, അൽ അലീമുൽ ഖബീർ. ഇത് അല്ലാഹുവിന്റെ ഇസ്മുകളാണ്. ഈ നാമങ്ങൾ അല്ലാഹുവിന് മാത്രമേ, ആ നാമങ്ങളുടെ ശരിയായ അർത്ഥം എന്തോ ആ അർത്ഥങ്ങൾ അല്ലാഹുവിന് മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മൾ മുവഹിദുകളാകുന്നത്, മുഅ്മിനുകളാകുന്നത്. എല്ലാം കേൾക്കുന്നത് അല്ലാഹു മാത്രമാണ്, എല്ലാം അറിയുന്നത് അല്ലാഹു മാത്രമാണ്, ജീവൻ നൽകാൻ കഴിയുന്നത് അല്ലാഹുവിന് മാത്രമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിശേഷണങ്ങളിൽ ഒന്നുപോലും ഒരു സൃഷ്ടിക്കും ബാധകമല്ല. വലം യകുൽ ലഹു കുഫുവൻ അഹദ്, അല്ലാഹുവിന് തുല്യരായിട്ട് നാമത്തിലോ വിശേഷണത്തിലോ അല്ലാഹുവിനോട് കടപിടിക്കാനുള്ളവരായി ഒന്നുമേ ആരുമേ ഇല്ല. അല്ലാഹുവിന്റെ കലാമാണ് ഖുർആൻ. അല്ലാഹു അസലിയാണെങ്കിൽ, ഒരു തുടക്കമില്ലാത്തവനാണെങ്കിൽ, അല്ലാഹുവിന്റെ ദാത്തിന്റെ സിഫത്താണ് വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ കലാമാണ്, റബ്ബിന്റെ സംസാരമാണ് വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആൻ അല്ലാഹുവിന്റെ സംസാരമായതിന്റെ പേരിൽ അല്ലാഹു സൃഷ്ടിക്കപ്പെടാത്തവനാണ്, റബ്ബിന്റെ സംസാരവും സൃഷ്ടിക്കപ്പെടാത്തതാണ്. ഇതാണ് നമ്മുടെ വിശ്വാസം, ഇതാണ് നമ്മുടെ അഖീദ. അന്ന് മുബത്തദിഉകളായ ആളുകൾ അധികാരത്തിലേറ്റു. ആ അധികാരത്തിൽ വന്നപ്പോഴേ അന്നത്തെ ഭരണാധികാരികളെ ബിദ്ഈ ചിന്തക്കാർ സ്വാധീനിക്കുകയും ചെയ്തു. അങ്ങനത്തെ ഭരണാധികാരിയായിരുന്നു അൽ മഅ്മൂൻ, ഹാറൂൻ റഷീദിന്റെ മകൻ മഅ്മൂൻ. അൽ മുഅ്തസിം ബില്ലാഹ് എന്ന് പറയുന്ന ഭരണാധികാരികളെ അവര് പറഞ്ഞു, ഖുർആൻ സൃഷ്ടിയാണ്. ഏത് ഖുർആൻ? പേപ്പറിനെ കുറിച്ചല്ല പറയുന്നത്, ഖുർആന്റെ മഷിയെ കുറിച്ചല്ല പറയുന്നത്, ഖുർആന്റെ കെട്ടിനെ കുറിച്ചും മട്ടിനെ കുറിച്ചുമല്ല പറയുന്നത്. അത് സൃഷ്ടിക്കപ്പെട്ടതാണ്, പേപ്പർ ഉണ്ടായതല്ലേ. എന്നാൽ അല്ലാഹുവിന്റെ കലാമായി നമ്മൾ ഓതുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഈ കലാമ് അല്ലാഹുവിന്റെ ദാത്തിന്റെ സിഫത്താണ്, അതൊരിക്കലും സൃഷ്ടിക്കപ്പെട്ടതല്ല. ഇതാണ് നമ്മുടെ ശരിയായ വിശ്വാസം, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ വിശ്വാസം. എന്നാൽ അത് സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന ഒരു വാദം അന്ന് വന്നു. എന്തിന്? എന്താ വലിയ കുഴപ്പം തോന്നുന്നുണ്ടാവും?
ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ സൃഷ്ടിക്കപ്പെട്ടതെല്ലാം മാറ്റങ്ങൾക്ക് വിധേയമാകുന്നതാണ്. നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാ, നമ്മൾ മരിക്കും, കുട്ടികളാകും, പ്രായമാകും, വാർദ്ധക്യമാവും, മരിച്ചു പോകും. ചേഞ്ച് വരും. സൃഷ്ടിക്കപ്പെട്ടത് തജദ്ദുദ് ഹുദൂസ് സംഭവിക്കും. സൃഷ്ടിക്കപ്പെട്ടതിന് മാറ്റങ്ങൾ വരും. കലാം, അള്ളാഹുവിന്റെ കലാം സൃഷ്ടിക്കപ്പെട്ടതാണ് എന്ന് വന്നാൽ ആ കലാം തിരുത്തണം എന്ന വാദം അതിന്റെ കൂടെ വരും. ഖുർആനിൽ തിരുത്തലുകൾ വേണമെന്ന് അതിനെ തുടർന്ന് ആരോപണങ്ങൾ വരും, അവകാശവാദങ്ങൾ വരും. അത് വരാതിരിക്കാനാണ് മഹാന്മാർ ഖുർആൻ സൃഷ്ടിക്കപ്പെട്ടതല്ല എന്ന് വാദിക്കാൻ കാരണം. ആ വിഷയത്തിൽ ഇടപെട്ട ഒരു സംഭവമാണ് അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ തങ്ങളുടേത്. ബഹുമാനപ്പെട്ട ജമലുല്ലൈലി തങ്ങൾ അവറുകൾ, മഹാനവറുകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. നമ്മുടെ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം തങ്ങൾ നിർവഹിക്കേണ്ടതുണ്ട്. മറ്റു പരിപാടികൾ കഴിഞ്ഞ് തങ്ങൾ ആ ഒരു പ്രോഗ്രാമുകൾ കഴിഞ്ഞ് നമ്മുടെ ഈ വേദിയിലേക്ക് എത്തിയിരിക്കുകയാണ്. മഹാനവരുടെ തങ്ങളുടെ സമയത്തിനനുസരിച്ച് തങ്ങൾക്ക് വേണ്ടി ഉദ്ഘാടനത്തിന് വേണ്ടി വഴിമാറുകയാണ് ഇൻഷാ അല്ലാഹ്. ഒരുപാട് നമ്മുടെ ഈ ഉമ്മത്തിന് വേണ്ടി, ദീനിന് വേണ്ടി, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടി, സുന്നി യുവജന സംഘത്തിന് വേണ്ടി, സുന്നി മഹല്ല് ഫെഡറേഷന് വേണ്ടി, പ്രത്യേകിച്ച് ദാറുൽ ഹുദയുടെ സാരഥി കൂടിയാണ് തങ്ങളബുറകൾ. ഇങ്ങനെ ഒരുപാട് ദീനീ പ്രവർത്തനങ്ങളിൽ ഓടി നടക്കുന്ന ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന മഹാനായ സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവറുകൾ, അല്ലാഹു ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ. തങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറുകയാണ്. തങ്ങളുടെ അനുഗ്രഹീത ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞതിന് ശേഷം ഇൻഷാ അല്ലാഹ് നമുക്ക് തുടരാം. ജസാക്കുമുല്ലാഹു ഖൈറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ ധന്യമായ മുഹൂർത്തം, വളരെയേറെ ആഹ്ലാദകരവും സന്തോഷകരമായ നേരം, ചുരമോത്ത് പള്ളിമുക്കിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ ഈ രാത്രി, നമ്മുടെ ഈ ധന്യമായ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം സുന്നി യുവജന സംഘത്തിൻ്റെ സംസ്ഥാന കാര്യദർശിയും എല്ലാത്തിലുമുപരി നമ്മുടെ കോഴിക്കോട് വലിയ ഖാദിയുമായിട്ടുള്ള സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുല്ലൈലി അവറുകൾ നിർവഹിക്കുകയാണ്. നമ്മുടെ സംഘടനാ രംഗത്ത് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ പ്രവർത്തന രംഗത്ത് മഹാനായ സയ്യിദ് അവറുകൾ അക്ഷീണം പ്രയത്നിക്കുകയും ഓടി നടക്കുകയും ചെയ്യുന്ന മഹാനാണ്. അള്ളാഹു ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും പ്രദാനം ചെയ്യട്ടെ. സയ്യിദ് അവറുകൾ ഈ ചടങ്ങിന്റെ ഔപചാരികമായ ഉദ്ഘാടന ക്രമം നിർവഹിക്കും. ആദരപൂർവം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وأصحابه الفائزين. أما بعد، وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. وما توفيقي إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. صدق الله مولانا الكريم. ബഹുമാനാദരവുള്ള ഈ മഹനീയ സദസ്സിൻ്റെ അധ്യക്ഷൻ, നമ്മുടെയൊക്കെ പ്രിയങ്കരനായ സയ്യിദ് ഷറഫുദ്ദീൻ ജിഫ്രി തങ്ങളവറുകൾ, ഇന്നിവിടെ മുഖ്യ ഭാഷണം നടത്തുന്ന
യുവ പണ്ഡിതനും വാഗ്മിയും മഹത്തായ ഇൽമിൻ്റെ ഒരുപാട് സദസ്സുകൾക്ക് നേതൃത്വം നൽകാൻ സൗഭാഗ്യം ലഭിച്ച പ്രിയങ്കരനായ ഉസ്താദ് സംസാർ ലഖദവി, വേദിയിലുള്ള അഭിനന്ദരായ TTK ഖാദർ ഹാജി, സയ്യിദ് സുലൈമാൻ തങ്ങൾ, OP അബ്ദുള്ള, PP അഷ്റഫ് മൗലവി, ഉമാനിയായ കൊറോത്ത് അഹമ്മദ് ഹാജി, T അബ്ദുൽ ഹമീദ്, അലി വാണിമിൽ, അബൂബക്കർ യമാനി അടക്കമുള്ള, ഹമീദ് മൗലവി അടക്കമുള്ള എൻ്റെ പ്രിയ സുഹൃത്ത് സഹോദരങ്ങളെ, ഈ മഹത്തായ സദസ്സിലെത്തിച്ചേർന്ന ഏറെ ആദരണീയരും ബഹുമാന്യരായ കാരണവന്മാർ, സഹോദരീ സഹോദരൻ, സർവാധിപനായ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒത്തുകൂടൽ സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയുസ് അനുസരിച്ച് അവൻ്റെ ജീവിതത്തിൽ പൊരുത്തത്തിലായി ജീവിക്കാനുള്ള തൗഫീഖ് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. വളരെ വൈകിയ ഒരു സമയമാണ്. ഒന്നരായ സംസാൽ ഉസ്താദിൻ്റെ പ്രസംഗം ഇങ്ങനെ ആവേശം കൊണ്ടിരിക്കുന്ന ഈ സമയത്താണ് പെട്ടെന്നൊരു ബ്രേക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് കൂടുതലായി സംസാരിക്കുന്നില്ല. ചെറുമോത്ത് മഹല്ല് SKSF സംഘടിപ്പിച്ച മഹത്തായ ഒരു പരിപാടിയാണ്. ഒരുപാട് ലക്ഷ്യങ്ങൾ ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് അറിയാൻ സാധിച്ചു. പ്രവർത്തകർക്കൊക്കെ അള്ളാഹു ഖൈറും ബറക്കത്തും പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് നമ്മുടെ പ്രവർത്തകർ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നു, നമ്മുടെയൊക്കെ പ്രിയങ്കരനും എൻ്റെയൊക്കെ ഏറെ പ്രിയങ്കരനായ ത്വയ്യിബ് റഹ്മാനി ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. ആ സഹോദരൻ അള്ളാഹു മഗ്ഫിറത്ത് പ്രദാനം ചെയ്യട്ടെ. അദ്ദേഹത്തിൻ്റെ ദർജ അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ആയുസ് വളരെ തുച്ഛമാണ്. മാ ബൈന 60 വ 70. ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹാ റസൂലുള്ളാഹി മുത്തനബി തങ്ങൾ പറഞ്ഞത് 60-70 ഇടക്കാണ് എൻ്റെ ഉമ്മത്തിൻ്റെ ആയുസ് എന്നാണ്. പലർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഔദാര്യമായി കൊണ്ട് അതിനേക്കാൾ കൂടുതൽ നൽകുന്നു. ഈ ആയുസ്സിൽ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം നാം നന്മ കൊണ്ട് നമ്മുടെ സമയത്തെ ഉപയോഗപ്പെടുത്തി എന്ന് ചോദിക്കുമ്പോൾ, ഓരോ ദിവസവും നാം നമ്മുടെ നന്മയും തിന്മയും ഒന്ന് താരതമ്യം ചെയ്താൽ നമുക്കറിയാൻ സാധിക്കും, ഒരുപാട് തിന്മകൾക്കായിരിക്കും നമുക്ക് മുൻതൂക്കം ഉണ്ടാവുക. എങ്കിലും നാം ചെയ്യുന്ന തിന്മകളൊക്കെ തന്നെ ചെറുതായ ദോഷങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്മകളെ കൊണ്ട് അതിനെ പരിഹരിക്കപ്പെടും. അതാണ് ഹസനാത്തുകളെ കൊണ്ട് യുദ്ഹിമിന സയ്യിഹാത്ത് എന്ന് പരിശുദ്ധ ഖുർആൻ പഠിക്കുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരുപാട് തിന്മകൾ അത് പോയി കളയും. അപ്പം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരുപാട് ഹസനാത്ത് ചെയ്യാനുള്ള ഒരു സൗകര്യം കൂടി നമുക്ക് നൽകിയിട്ടുണ്ട്. അവൻ ധാരാളം നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും അത് ഹസനാത്താണെന്ന ബോധ്യത്തോടു കൂടി ചെയ്യുമ്പോൾ പ്രതിഫലം ലഭിക്കുക മാത്രമല്ല, നമ്മുടെ ഒരുപാട് തെറ്റുകൾ, ചെറുതായ കുറ്റങ്ങൾക്കൊക്കെ അല്ലാഹു മാപ്പ് നൽകുകയും ചെയ്യും എന്നുള്ളത് തന്നെ. എന്നല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറെ ഔദാര്യവാനാണ്. ഒരു ചെറിയ ഹസനത്ത് ചെയ്തു കഴിഞ്ഞാൽ, ഒരു ഹസനത്ത് ചെയ്തു കഴിഞ്ഞാൽ 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു അതിന് ഓഫർ ചെയ്ത്. മൻ ജാഅ ബിൽ ഹസനത്തി ഫലഹു അശ്റു അംസാലിഹാ. ഒരു നന്മയാണ് കൊണ്ടുവന്നതെങ്കിൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നമുക്ക് നൽകാൻ ഏറ്റിട്ടുണ്ട്. അതുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹു നൽകിയ ഈ ആയുസ് നന്മകൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക. ഇനി നല്ല ഒരു നന്മ കരുതിയാൽ പോലും റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് പ്രതിഫലം നൽകുമെന്നാണ് മുത്ത് ഹബീബായ ഷഫീഉൽ വറാ തഹാ റസൂലുള്ളാഹി. മൻ ഹമ്മ ബിഹസനത്തിൻ ഫലഹു അജ്റുൻ. ഒരു നന്മ കരുതിയാൽ മതി. മഹത്തായ സദസ്സിലേക്ക് വരണമെന്നും ഒന്നിരായ ഉസ്താദവറുകളുടെ സംസാർ ഉസ്താദിന്റെ പ്രസംഗം കേൾക്കണമെന്നും ഒരു കരുതി ഒരാൾ വീട്ടിൽ കരുതി ഇരുന്നാൽ പോലും അതിന് പ്രതിഫലം ലഭിക്കും. അങ്ങനെ വന്നു, പ്രവർത്തിച്ചു, അവിടെ വന്നിരുന്നു, സദസ്സിലിരുന്നാൽ 10 ഇരട്ടി പ്രതിഫലം. ഫലഹു അശ്റുൻ. അത് 10 ഇരട്ടി പ്രതിഫലമാണ് അല്ലാഹു നൽകുന്നത്. ഇവിടെയാണ് അള്ളാഹിന്റെ ഔദാര്യം നാം മനസ്സിലാക്കേണ്ടത്. ഒരു നന്മ കരുതിയാൽ പ്രതിഫലം ലഭിക്കുമെങ്കിൽ, ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു നൽകുമെങ്കിൽ,
തിരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തിന്മ കരുതിയത് കൊണ്ട് അള്ളാഹുവിന്റെ പക്കൽ ഒരു പാപമായി രേഖപ്പെടുത്തുകയില്ല എന്നുള്ളതാണ്. എന്നാൽ ഒരു തിന്മ നമ്മളിൽ നിന്ന് വന്നു പോയാൽ ആ ഒരു തിന്മ മാത്രമായി പരിഗണിക്കപ്പെടുകയുള്ളൂ. ഇവിടെയാണ് അള്ളാഹിന്റെ ഔദാര്യവും അള്ളാഹിന്റെ ലുത്ഫും നാം മനസ്സിലാക്കേണ്ടത്. അള്ളാഹുവിനെ സംബന്ധിച്ച് അള്ളാഹിന്റെ പേര് ലത്തീഫ്, ലുത്ഫ്, റഅഫത്ത്. റഅഫത്ത് അള്ളാഹിന്റെ പേരാണ്. റഊഫാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല. സൃഷ്ടികളോട് ഏതേ റഅഫത്തുള്ളവരാണ്. സ്വന്തം മക്കളോട്, കുരുന്നുകളോട്, രക്ഷിതാക്കൾക്ക്, മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്ന കൃപയേക്കാൾ 10 മടങ്ങ് കൃപയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടികളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് റഅഫത്ത്. അല്ലാഹ് റഊഫാണ്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല ഒരു നന്മ ചെയ്താൽ 10 ഇരട്ടി പ്രതിഫലം അള്ളാഹു അതിന് നമുക്ക് നൽകുന്നു എന്ന് മനസ്സിലാക്കണം. ഇത്രമാത്രം ഔദാര്യം ചെയ്യുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, സൃഷ്ടികളോട് ഏറെ കൃപ കാണിക്കുന്ന റബ്ബ് സുബ്ഹാനഹു വ തആല, ആ റബ്ബ് നമ്മോട് കൽപ്പിച്ച കാര്യങ്ങളെ, നിർബന്ധമായി പറഞ്ഞ കാര്യങ്ങളെ അത് ചെയ്യുകയും അരുതെന്ന കാര്യങ്ങളെ അതിനെ വർജിക്കുകയും ചെയ്യുക എന്നുള്ളതല്ലേ മുഅ്മിന്റെ കടമ. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ എത്രമാത്രം തിന്മകൾ നമ്മുടെ ഭാഗത്ത് നിന്ന് വന്നു പോകുന്നുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. തിന്മകളുടെ വഴികൾ ധാരാളമുണ്ട്. പ്രവർത്തനങ്ങളെ കൊണ്ട്, കൈകളെ കൊണ്ട്, കാലുകളെ കൊണ്ട്, മറ്റു അവയവങ്ങളെ കൊണ്ടൊക്കെ തിന്മകൾ വരാം. അതോടൊപ്പം നമ്മുടെ കണ്ണുകൊണ്ടും കേൾവി കൊണ്ടും കാഴ്ച കൊണ്ടും സംസാരങ്ങളെ കൊണ്ടും, ഏറെ സംസാരങ്ങളെ കൊണ്ട് ധാരാളം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഹബീബായ അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി തങ്ങൾ ആ കാര്യം പ്രത്യേക ഗൗരവമായി കണ്ടു പറഞ്ഞത്, മൻ അൽമനു ലി മാ ബൈന ലഹിയൈ, മൻ അൽമനു ലി മാ ബൈന ലഹിയൈ. 2 താടിയെല്ലിന്റെ ഇടയിലുള്ള ഒരു അവയവമുണ്ട്. ആ അവയവത്തിന്റെ കാര്യത്തിൽ ഏറ്റെടുക്കാൻ ആരുണ്ട്? അൽമനുൽ ജന്ന. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗ്ഗമാണ് ഏറ്റെടുത്തിട്ടുള്ളത് മനസ്സിലാക്കണം. എന്തുകൊണ്ട്? നമ്മുടെ വാക്കുകൾ, പ്രവർത്തികൾ, നമ്മുടെ വാക്കുകൾ, സംസാരങ്ങൾ നന്മകളും തിന്മകളും ഒക്കെ ചെയ്യാൻ പറ്റുന്നതാണെങ്കിലും ധാരാളം തിന്മകൾക്ക് സാധ്യതയുണ്ട്. നമ്മുടെ ഒരൊറ്റ വാക്കുകൊണ്ട് എന്തെല്ലാം ഫസാദുകൾ ഉണ്ടാകും. ഒരൊറ്റ വാക്കുകളുണ്ട് എന്താ കുടുംബ കലഹങ്ങൾ ഉണ്ടാകും. ഒരൊറ്റ വാക്കുകൊണ്ട് എന്തെല്ലാം സംഭവിക്കാം. ഡൽഹി ഭരിച്ചിരുന്ന മുഹമ്മദ് ചക്രവർത്തി, അദ്ദേഹത്തിന്റെ ഭരണം വളരെ സുന്ദരമായി കൊണ്ടുപോകുന്ന സന്ദർഭത്തിലാണ് പേർഷ്യയിൽ നിന്നൊരു ചക്രവർത്തി ഡൽഹിയുടെ ഭരണം കൈയടക്കുന്നത്. സഹോദര ബുദ്ധി അദ്ദേഹത്തെ തടങ്കൽ അടക്കുക എന്നല്ലാതെ വധിക്കുകയോ മറ്റു ക്രൂരത പ്രവൃത്തിയൊന്നും ചെയ്തില്ല. പേർഷ്യൻ ചക്രവർത്തി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു വ്യാജ വാർത്ത പ്രത്യക്ഷപ്പെട്ടത്. ഒരു വ്യാജ വാർത്ത, മുഹമ്മദ് ചക്രവർത്തിയെ വധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത്. ഡൽഹിയിലെ തെരുവോരങ്ങളൊക്കെ തന്നെ രക്തക്കളമായി. ഒരുപാട് സഹോദരങ്ങൾ മരിച്ചു വീണു. ഒരുപാട് സഹോദരിമാർ വിധവകളായി. ഒരുപാട് കുരുന്നുകൾ അനാഥകളായി. വിവരങ്ങളൊക്കെ അറിഞ്ഞ് മുഹമ്മദ് ചക്രവർത്തി സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ട സന്ദർഭത്തിൽ ഒരുപാട് പാപങ്ങളുടെ മരണം സംഭവിച്ചു പോയിട്ടുണ്ട്. ഒരുപാട് ആളുകൾക്ക് മരണം സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷെ എന്തായിരുന്നു ഒരേ ഒരു കാരണം? ഒരു വ്യാജ വാർത്തയായിരുന്നു. ഒരു വ്യാജ വാർത്ത. മുഹമ്മദ് ചക്രവർത്തി കൊല്ലപ്പെട്ടു, വധിക്കപ്പെട്ടു എന്നുള്ള. ഇവിടെ നാം മനസ്സിലാക്കേണ്ട, ഒരൊറ്റ വാക്കുകൊണ്ട്, ഒരൊറ്റ വ്യാജ വാർത്ത കൊണ്ട്, ഒരൊറ്റ സംസാരങ്ങളെ കൊണ്ട് ഒരുപാട് ആപത്തുകൾ സംഭവിക്കാനിട വരും. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, എൻ്റെ സഹോദരീ സഹോദരങ്ങളെ, പറയുന്ന വാക്കുകൾ പലവട്ടം ആലോചിച്ചതിന് ശേഷം പറയുന്നതിൽ നന്മയുണ്ടോ എന്ന് മനസ്സിലാക്കിയതിനെ മാത്രം സംസാരിക്കുക. അതല്ലെങ്കിൽ നല്ല കാര്യങ്ങളെ കൊണ്ട് അവൻ നാവ് സംസാരിക്കുക, നല്ല കാര്യങ്ങൾ പറയുക, നല്ലത് പറയുക, അല്ലെങ്കിൽ അവിടെ മൗനമായിരിക്കുക. അത് മുഅ്മിന്റെ ലക്ഷണമാണെന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വാസം അർപ്പിക്കുന്നവനെ സംബന്ധിച്ച് ഹബീബായ ശഫീഉൽ വറാ തഹ റസൂലുള്ളാഹി പറഞ്ഞത്, ഫൽയഖുൽ ഖൈറ, നന്മ, നല്ലത് പറയട്ടെ, നല്ല കാര്യങ്ങൾ പറയുക, നല്ല സംസാരിക്കുക, നല്ലത് മാത്രം ഒരിടുക. അത് സാധ്യമല്ല എന്ന് വരുന്നുവെങ്കിൽ ഔ ലിയസ്മുത്, അവിടെ മൗനമായിരിക്കണമെന്ന് അഷ്റഫുൽ ഖൽഖ് തഹ റസൂലുള്ളാഹി. കാലഘട്ടത്തിൽ നാം വളരെ മനസ്സിലാക്കേണ്ടതാണ്. ആധുനിക ടെക്നോളജിയുടെ കാലഘട്ടമാണ്. നമ്മുടെ വാക്കുകൾക്ക് തുല്യമാണ് നമ്മുടെ ഓരോ വിരലുകളും ചലിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിലിരിക്കുന്ന ആധുനിക ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് എന്തെല്ലാം അപകടങ്ങളാണ് നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഒരൊറ്റ ലൈക്ക് മതി ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവാൻ. ഒരൊറ്റ ചെറുവിരൽ അനങ്ങിയാൽ മതി ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമാവാൻ. ആയതുകൊണ്ട് ഈ ആധുനിക ടെക്നോളജിയുടെ ഉപയോഗങ്ങളൊക്കെ തന്നെ
അനർത്ഥങ്ങൾ വരാതിരിക്കാൻ, അപകടങ്ങൾ വരാതിരിക്കാൻ, കലാപങ്ങൾ വരാതിരിക്കാൻ, കുടുംബ ബന്ധങ്ങളെ തകരാതിരിക്കാൻ, സൗഹൃദ ബന്ധങ്ങളെ തകർക്കാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും നമ്മുടെ കരങ്ങളെ കൊണ്ടും നമ്മുടെ വിരലുകളെ കൊണ്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതം അള്ളാഹു നൽകിയത് വളരെ കുറഞ്ഞ സമയമാണ്. ഈ സമയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുക, നല്ലത് പറഞ്ഞുകൊണ്ട് ജീവിക്കുക, റബ്ബിനെ പേടിച്ചുകൊണ്ട് ജീവിക്കുക. അള്ളാഹു നമ്മളൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. വിലപ്പെട്ട സംസാരത്തിന്റെ സമയത്ത് ഞാൻ കവർന്നെടുക്കുന്നില്ല. അള്ളാഹു ഉസ്താവറുകൾക്ക് ആഫിയത്തും ആരോഗ്യവും ആയുസ്സൊക്കെ പ്രദാനം ചെയ്യട്ടെ. ഒരുപാട് കാലം ഈ സമൂഹത്തിന് ദീനി ദഅവത്ത് നടത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീകളെ, നമ്മുടെ ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഞാൻ സുദീർഘമായി ദുആ ചെയ്യുന്നില്ല. ഒരുപാട് ആളുകൾ വരുന്ന വഴിയിൽ ദുആ ചെയ്യാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ടവരുണ്ട്. ഒരൊറ്റ ഫാത്തിഹ ഓതിക്കൊണ്ട് എല്ലാവർക്കും വേണ്ടി ചെറിയ ദുആ ചെയ്ത് ഇൻഷാ അല്ലാഹ് പിരിയാം. ഞാൻ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷം തികയാനിരിക്കുക. അതിൻ്റെ 100ാം വാർഷിക മഹാസംഗമം 2026 ഫെബ്രുവരിയിൽ നടക്കുക. മഹാനെ നമ്മുടെയൊക്കെ ആത്മീയ നേതാവായിരുന്ന മഹാനായ മർഹൂം സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങൾ അല്ലാഹു അവിടുത്തെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മഹാനവർ 90ാം വാർഷിക മഹാസംഗമത്തിൽ വെച്ച് പ്രഖ്യാപിച്ചു 100ാം വാർഷിക മഹാസംഗമം 2026 നടക്കുമെന്ന്. അൽഹംദുലില്ലാഹ് അതിൻ്റെ ഉദ്ഘാടന സമ്മേളനമാണ് 2026 നടക്കാനിരിക്കുന്ന 100ാം വാർഷിക മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന സമ്മേളനമാണ് ജനുവരി 28 ബാംഗ്ലൂരിൽ വെച്ച് നടക്കുകയാണ്. ആ സമ്മേളനത്തിന്റെ ഒരു സ്വാഗത സംഘം രൂപീകരണമായിരുന്നു ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ബാംഗ്ലൂരിൽ. കർണാടകയിലുള്ള 400 ആളുകൾ പങ്കെടുത്തു. വിപുലമായ സമ്മേളനം നടന്നു. ഒരു സ്വാഗത സംഘം സമ്മേളനം നടന്നു. അൽഹംദുലില്ലാഹ് വലിയ ഒരു ആവേശത്തിലുള്ള ഒരു സംഗമം തന്നെയായിരുന്നു നടന്നത്. ഇൻഷാ അല്ലാഹ് 28ാം തീയതി ഉദ്ഘാടന സമ്മേളനം നടക്കും. അത് ഉദ്ഘാടന സമ്മേളനമാണ്. പിന്നീട് എവിടെ വെച്ചുകൊണ്ട് അതിൻ്റെ 100ാം വാർഷിക സമ്മേളനം നടക്കും എന്നുള്ളത് മഹാന്മാരായ ഉസ്താദുമാർ പ്രഖ്യാപിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല സാദാത്യങ്ങൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും സമസ്തയുടെ ഉന്നതരായ നേതൃത്വത്തിനും അല്ലാഹു ആഫിയത്ത് ആരോഗ്യം ആയുസ്സൊക്കെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നമുക്കൊക്കെ ആ 100ാം വാർഷിക മഹാസംഗമത്തിന്റെ കണ്ണികളാകാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈ മഹത്തായ സംഘടനയുടെ തണലായി ജീവിച്ച് സുന്നത്യമായത്തിൽ അടിയുറച്ച് ജീവിച്ച് ബിദ്അത്തിന്റെ വേരുകൾ നമ്മുടെ നാട്ടിൽ നിന്ന് പിഴുതെറിയാനും യഥാർത്ഥ മുഅ്മിനീങ്ങൾ ഈ സമൂഹത്തിന് സംഭാവന നൽകാനും അതിന്റെ പ്രചാരകരാകാനും അല്ലാഹു നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഈമാന്റെ കാര്യമാണ്. സുന്നത്തമായത്ത് എന്നുള്ളത് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിലെ വിശ്വാസത്തിന്റെ കാര്യമാണ്. മരണപ്പെടുന്ന സമയത്ത് ആ അഖീദ ഉറച്ചുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് മരണപ്പെടാൻ നമുക്ക് സാധിക്കണം. അതിനുള്ള അല്ലാഹു നമുക്ക് നൽകിയ മഹാനായ വരക്കൽ ബാലവിയിലെ കോയത്തങ്ങൾ പാങ്ങൽ ഉസ്താദ് അടക്കമുള്ള മഹാനായ ശംസുൽ ഉലമ റഈസുൽ മുഹഖിഖ് കണ്ണി ഉസ്താദ് അടക്കമുള്ള മഹാനായ സൈനുൽ ഉലമ അടക്കമുള്ള സദാത്യങ്ങളായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ ഹൈദരലി ശിഹാബ് തങ്ങളടക്കം ആ സദാത്യങ്ങൾ നമ്മളിലേക്ക് പകർന്നു നൽകിയ മഹത്തായ ദൗത്യമുണ്ട്. ഇന്ന് സയ്യിദ് ജിഫ്രി മുത്തുക്കോയത്തങ്ങളും നമ്മുടെയൊക്കെ വന്യഗുരു ഷെയ്ൽ ജാമിയ സയ്യിദ് ആലിക്കുട്ടി ഉസ്താദ് അവർകളടക്കം നയിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ പ്രസ്ഥാനത്തിന് അടിയുറച്ച് സുന്നത്തമായത്തിൽ അടിയുറച്ച് ദീന്റെ വക്താക്കളായി ജീവിച്ച് മരിക്കുന്ന മുത്തഖീങ്ങളിൽ നാമേ വരും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ഒരുപാട് ആൾ ദുആ കൊണ്ട് വസിയത്ത് ഒരൊറ്റ ഫാത്തിഹ ഓതി ദുആ ചെയ്യും. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم وبارك على رسولك سيدنا مولانا محمد. അർഹമുർ റഹീമായ അല്ലാഹ് ഈ മജ്ലിസ് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ. ഈ പൊരുത്തപ്പെട്ട മജ്ലിസാക്കണേ റഹ്മാനെ. നീ സ്വീകരിക്കുന്ന മജ്ലിസാക്കണേ റഹ്മാനെ. ഞങ്ങളൊക്കെ സ്വാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തണേ റഹ്മാനെ. ഞങ്ങൾ വന്നു പോയ ചെറുതും വലുതും മറിഞ്ഞു മറിയാതെ ചെയ്ത പാപങ്ങളെ നീ വിട്ടുപുറത്ത് മാഫാക്കണേ റഹ്മാനെ. നന്മയുടെ കവാടം ഞങ്ങൾക്ക് നീ തുറക്കണേ അല്ലാഹ്. തിന്മയുടെ കവാടം ഞങ്ങൾക്ക് നീ അടക്കണേ അല്ലാഹ്. നീ പൊരുത്തപ്പെട്ട ജീവിതം നയിക്കാൻ തൗഫീക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങൾ സന്താനങ്ങളെ തലാമീദിന് സ്വാലിഹ്യങ്ങളെ ആലിമീങ്ങളാക്കണേ റഹ്മാനെ. ഞങ്ങളെ സഹോദരിമാർ സഹോദരങ്ങൾ വിവാഹപ്രായത്തിലേക്ക് അനുയോജ്യമായ ഇണകൾ നൽകി സന്തോഷ ജീവിതം നൽകണേ അല്ലാഹ്. കുടുംബത്തിൽ അനൈക്യവും പ്രയാസമുള്ളവർക്ക് സന്തോഷവും ഐക്യവും സമാധാനവും നൽകണേ റഹ്മാൻ. വീടില്ലാത്തവരുണ്ട്, അനുയോജ്യമായ വീട് അവർക്ക് നൽകി വീട് പൂർത്തീകരിക്കാനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യണേ റഹ്മാൻ. ജോലിയില്ലാത്തവർ അനുയോജ്യമായ ജോലി നൽകണേ റഹ്മാൻ. വിദേശത്തിലെ ഞങ്ങളെ സഹോദരങ്ങൾ ജോലിയിൽ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാഹ്. കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ ഖൈറ് നൽകണേ റഹ്മാൻ. ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ ഒരുപാട് കച്ചവടക്കാരുടെ ബിസിനസ് നടത്തുന്നവരുണ്ട്. ബിസിനസ്സിലും കച്ചവടങ്ങളൊക്കെ നീ ഖൈറും ബർക്കത്തും
ബർക്കത്തും നൽകണേ അല്ല. വിശേഷിച്ച് നമ്മുടെ SKSF-ന്റെ കരുത്തരായ നമ്മുടെ പ്രവർത്തകർ ഒരു വലിയ ദൗത്യമുണ്ട്, ഒരു സേവന രംഗം സഹചാരി അതിന്റെ കീഴിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊണ്ട് സംഘടിപ്പിച്ച ആ പരിപാടി വിജയിപ്പിക്കണേ റഹ്മാനെ. അവരുടെ ഉദ്ദേശങ്ങളിൽ പൂർത്തീകരിക്കണേ റഹ്മാനെ. ഒരുപാട് ഞങ്ങളെ സ്നേഹിക്കുന്ന സഹോദരങ്ങൾ സഹോദരിമാർ അവർക്ക് ഹൈറും ബർക്കത്തും നൽകണേ റഹ്മാനെ. കുടുംബത്തിൽ ഹൈറ് നൽകണേ അല്ല. ഞങ്ങളിൽ മരണപ്പെട്ടു പോയ ഒരുപാട് സഹോദരങ്ങളുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ തയ്യിബ് റഹ്മാൻ റബ്ബെ അദ്ദേഹത്തിന്റെ ഒക്കെ ദറജ ഉയർത്തി കൊടുക്കണേ റഹ്മാനെ. കുടുംബത്തിന് സന്തോഷം നൽകണേ റഹ്മാനെ. അവരുടെ കുട്ടികൾക്ക് നീ ഹൈറും ബർക്കത്തും സന്തോഷം നൽകണേ റഹ്മാനെ. നമ്മുടെ ആകസ്മികമായ മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ല. മരിക്കൽ ഹൈറാവുന്ന സമയത്ത് ഈമാൻ സലാമത്തിലാക്കണേ അല്ല. കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ല. ഒരുപാട് രോഗികൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ശാരീരിക മാനസിക പൈശാചിക ബുദ്ധിമുട്ടാണ് റബ്ബേ. ശാരീരികമായ പല രോഗങ്ങൾ, കരൾ രോഗമുള്ളവരുണ്ട് റബ്ബേ, കിഡ്നി രോഗമുള്ളവരുണ്ട് റഹ്മാനെ, വയറ് സംബന്ധമായ, ഹൃദയ സംബന്ധമായ, കൈകാൽ മുട്ടുവേദന സംബന്ധമായ, ഞരമ്പ് സംബന്ധമായ, അങ്ങനെ പല രോഗങ്ങളാൽ പ്രയാസം അനുഭവിക്കുന്ന സദസ്സിലുണ്ട്. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു റബ്ബേ. പൂർണ്ണ ശിഫ നൽകി ആഫിയത്ത് ആരോഗ്യം ആയുസ്സ് നൽകണേ അല്ല. മാരക രോഗങ്ങളെ ഞങ്ങൾ കാത്തുരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെങ്ങാനും മാരരോഗങ്ങൾ മറിഞ്ഞിരിപ്പിന് ഞങ്ങൾ അറിയാതെ രോഗത്തിന് ശിഫ നൽകണേ റഹ്മാനെ. മറാവ്യാധി കൊണ്ട് ഞങ്ങൾ ഇനി പരീക്ഷിക്കല്ല റഹ്മാനെ. ഇസ്സത്തോടെ ജീവിച്ച് ഈമാനോട് മരിക്കുന്ന മുത്തഖീങ്ങൾ ഉൾപ്പെടുത്തണേ റബ്ബേ. ഞങ്ങൾ ഇസ്സത്തിലാക്കണേ അല്ല. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ ഈ ഫളിയത്തിലാക്കല്ല റഹ്മാനെ. സാഹിരീങ്ങളുടെ സിഹറിനെ തൊട്ടും വാലിമീങ്ങളുടെ ദുൽമിനെ തൊട്ടും ഹാസിദീങ്ങളുടെ ഹസനത്തും ഞങ്ങളെ ഇനി കാത്തുരക്ഷിക്കണേ അല്ലാ. അല്ലാഹുമ്മ ജൽ ജമ്മന ഹദാ ജമ്മൻ മർഹൂമ വതഫറഖ്നാ മിൻ ബഅദി തഫറഖൻ മഅസൂമ വലാ തജ്അൽ അല്ലാഹുമ്മ മിന്നാ വലാ മഅനാ ശഖിയ്യൻ വലാ മത്റൂദൻ വലാ മഹ്റൂമ. ബിസ്മില്ലാഹിൽ ലമാനിൽ ലമാൻ യാ ദയ്യാനൽ ലമാനിൽ ലമാൻ യാ മന്നാനൽ ലമാനിൽ ലമാൻ മിൻ സവാലിൽ ഈമാൻ ومن حسد الإخوان من شر الشيطان ومن ظلم السلطان. اللهم اهدنا ونجنا من القوم الظالمين. اللهم اهدنا ونجنا من القوم الكافرين. اللهم اهدنا ونجنا من القوم الحاسدين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا ولوالدينا ولمن ماتوا منا ولجميع المؤمنين آمين برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. വചനത്തിൽ സംഘം ഉദ്ഘാടനം ചെയ്തിരിക്കുന്നു. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സംസാരസ്ഥാകന്റെ പ്രസംഗം തുടരും. ആരും എഴുന്നേറ്റ് പോകരുത്. ഉസ്താദിന്റെ കനപ്പെട്ട വിലപ്പെട്ട സമയങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്രസംഗം പൂർണ്ണമായതിന് ശേഷം എല്ലാവരും പോകാവൂ. അള്ളാഹു അവർക്ക് അത് നമ്മൾ കബൂൽ ചെയ്യട്ടെ. ആമീൻ റഹ്മത്തിക റഹ്മാൻ. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, മാന്യരായ സയ്യിദ് ജമലുൽ തങ്ങളവറുകൾ ബാംഗ്ലൂരിൽ നിന്ന് വൈകിട്ട് ഫ്ലൈറ്റ് കയറി നേരെ ഇങ്ങോട്ട് പരിപാടിയിലേക്ക് എത്തുകയാണ്. ബഹുമാനപ്പെട്ടവരുടെ യാത്രയിലും പ്രവർത്തനങ്ങളിലുമൊക്കെ അല്ലാഹു തആല വലിയ ഖൈറും അല്ലാഹുവിൻ്റെ മദദും അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ വഹബീബിനാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. മഹാനായ അഹ്മദ് ഇബ്നു നസ്റുൽ ഖുസാഇ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനായ പണ്ഡിതൻ വിശുദ്ധ ഖുർആൻ അല്ലാഹുവിൻ്റെ സൃഷ്ടി അല്ല, അല്ലാഹുവിൻ്റെ സൃഷ്ടിയല്ലാത്ത മഖ്ലൂഖല്ലാത്ത റബ്ബിൻ്റെ കലാമാണ്. ഈ ആശയം അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ പോലെ ഉറച്ചു നിന്ന് ഉമ്മത്തിനെ പഠിപ്പിച്ചവരാണ്. കാരണം ഖുർആൻ സൃഷ്ടിയാണ് എന്നൊരു വാദമുണ്ടായാൽ അത് തിരുത്തപ്പെടേണ്ടതാണ് എന്ന വാദം അതിൻ്റെ പിന്നിൽ വരും. ഖുർആനാണെങ്കിലോ തിരുത്തപ്പെടാതെ നിലനിൽക്കേണ്ട അള്ളാഹുവിൻ്റെ അജയ്യമായ അള്ളാഹുവിൻ്റെ കലാമാണ്. അന്നത്തെ അൽ വാസിഖു ബില്ലാഹ് എന്ന് പറയുന്ന ഭരണാധികാരി അള്ളാഹുവിൻ്റെ ഈ കലാമിനെ സംബന്ധിച്ചുള്ള ചർച്ചയിൽ മഹാനവറുകളെ വലിയ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കുകയുണ്ടായി. മഹാനവറുകൾ പിടിച്ചു നിന്നു.
അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് ഭരണാധികാരി പറഞ്ഞു തുടങ്ങിയപ്പോ മഹാനായ അല്ലാമത്തുൽ ഖുസാഇ തങ്ങൾ പറഞ്ഞു ഖലീഫയോട് അൽ വാസിഖ് ബില്ലയോട് കൈഫ തതകല്ലം ഫീ മസായിലിൽ ഇൽം വഅൻത ലാ തുത്ഖിനുഹാ, ഇൽമിന്റെ മസ്അലകൾ നിങ്ങൾ എങ്ങനെയാണ് പറയാ, അത് പറയാനുള്ള യോഗ്യത നിങ്ങൾക്കില്ലല്ലോ എന്ന് ഭരണാധികാരിയോട് തിരിച്ചു ചോദിച്ചു മഹാനവറുകൾ. എന്നിട്ട് പറഞ്ഞു ഇന്നമാ അൻത നുത്ഫത്തു സക്റാനിൻ ഫീ റഹ്മി ഖൈന, പാട്ടുപാടുന്ന നൃത്തം ചെയ്യുന്ന ഒരു പെണ്ണിന്റെ ഗർഭാശയത്തിലേക്ക് കടന്ന കള്ളുകുടിച്ച ഒരു പിതാവിന്റെ ബീജകണമായിരുന്നു നീ. ഉമ്മുക കാനത് അമ, നിന്റെ ഉമ്മ ഒരു അടിമ സ്ത്രീയായിരുന്നു എന്ന് പറഞ്ഞ് ഗൗരവമായ സംസാരിക്കേണ്ടി വന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്തത് അദ്ദേഹം പറഞ്ഞപ്പോ കുരിശിലേറ്റാൻ പറഞ്ഞു. മഹാനവർ കുരിശിൽ തറക്കപ്പെടുകയാണ് ഉണ്ടായത്. ആലോചിച്ച് നോക്കി, മഹാനായ അഹ്മദ് ബിൻ നസ്റുൽ ഖുസാഇ കുരിശിൽ തറക്കപ്പെടുകയാണ്. ഇമാം അഹ്മദ് ബിൻ ഹംബൽ എന്നവർ പറയുന്നു ഹാദാ റജുലുൻ ഖദ് ഖളാ മാ അലൈഹി, തന്റെ ബാധ്യത നിറവേറ്റിയ മഹാപണ്ഡിതനാണ് ഇദ്ദേഹം. സുലിബ മുസിറൻ അലൽ അഖീദത്തി സ്വഹീഹ, സത്യസന്ധമായ വിശ്വാസത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ത്യാഗം അനുഭവിച്ച മഹാനാണിവർ. അല്ലാഹുമ്മ തബ്ബിത്ഹു, അല്ലാഹുവേ അടിയുറപ്പിച്ചു നിർത്തേണമേ, അടിയുറപ്പിച്ചു നിർത്തേണമേ. ദീനിന്റെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോ the utmost respect, ഏറ്റവും വലിയ ബഹുമാനം അല്ലാഹുവിനോടും റസൂലിനോടും കാണിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. അവർ ശാരിഅാണ് എന്ന് പറഞ്ഞാൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളവരാണ് അല്ലാഹുവും അവന്റെ റസൂലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഹബീബിനെ കുറിച്ചോ അല്ലാഹുവിനെ കുറിച്ചോ ഏതെങ്കിലും അപമര്യാദയായ വാക്കുകൾ വരുമ്പോഴേക്കും ഇടപെടാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. മുഅ്മിനീങ്ങൾ പരസ്പരം മുഅ്മിനീങ്ങൾക്ക് തിരുത്തി കൊടുക്കേണ്ടവരാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ പേര് പറയുമ്പോൾ ഒരു പ്രവാചകൻ എന്ന് മാത്രം പറഞ്ഞു പോകുന്നത് ഹബീബിനോട് ചെയ്യുന്ന അനാദരവാണ്. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നതിന്റെ കൂടെ സ്വലാത്ത് ചൊല്ലിയിരിക്കണം. കുട്ടികളൊക്കെ നമ്മൾ പ്രസംഗം പഠിപ്പിക്കുമ്പോഴേ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, പ്രവാചകൻ എന്ന വാക്ക് മലയാളത്തിൽ എന്താ അർത്ഥം എന്നറിയോ? പ്രവചിക്കുന്ന ആൾ എന്നാണ്. പ്രൊഫസി, പ്രവചനം നടത്തുന്ന ആൾ എന്നാ വാക്കർത്ഥം. നമ്മൾ നബിക്ക് ഉപയോഗിക്കും. പ്രവാചകൻ എന്ന് പറഞ്ഞ് നിർത്തല്ലേ, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന സ്വലാത്ത് അതിന്റെ കൂടെ ചൊല്ലണം, പഠിപ്പിക്കണം. ഹബീബായ നബി തങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം എന്ന പദപ്രയോഗം ഒരു കൂസലുമില്ലാതെ പറയുന്നവർ എത്രയോ ആളുകളിൽ കാണാൻ പറ്റും. അങ്ങനെ പറയല്ലേ, അവർ, അങ്ങ്, അവിടുന്ന് എന്ന് മലയാള ഭാഷയിൽ ബഹുമാനത്തിന് സൂചിപ്പിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ, സർവനാമങ്ങൾ ഉണ്ടെങ്കിൽ ആ നാമങ്ങൾ ഉപയോഗിച്ചേ ഹബീബിന്റെ പേര് പറയാവൂ. മഹാനായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളിൽ അറിയപ്പെട്ട മഹാനായി മാറിയ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹ്മത്തുള്ളാഹി അലൈഹി അന്ന് ഷാമിലൂടെ നടന്നു പോകുമ്പോ അങ്ങാടിയിൽ കണ്ട ഒരു കടലാസിന്റെ കഷ്ണം, അതിൽ അള്ളാഹുവിന്റെ ഇസ്മ എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇസ്മ എഴുതി വെക്കപ്പെട്ട കടലാസ് കണ്ടപ്പോ അത് കൈകളിലെടുത്ത് കൈകൊണ്ടതിന്റെ പൊടിയെല്ലാം മാറ്റിക്കളഞ്ഞിട്ട് വൃത്തിയാക്കിയിട്ട് കണ്ണിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് പറഞ്ഞ വാക്കുണ്ട്, ഇസ്മുൽ ഹബീബി യുദാസ്. അല്ലാഹുവേ, മെഹബൂബായ നിന്റെ നാമം കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ, ഇസ്മുൽ ഹബീബി യുദാസു ഫിത്തുറാബ്, മെഹബൂബായ എന്റെ റബ്ബിന്റെ നാമം കാലുകൊണ്ട് ആളുകൾ ചവിട്ടുകയോ. ആ ബഹുമാനം കലർന്ന മഹാന്റെ പ്രവർത്തനമാണത്രേ വിലായത്തിന്റെ മർത്തബകളിലേക്ക് എത്താൻ നിമിത്തമായത്. ഒരു കടലാസിന്റെ കഷ്ണത്തിൽ അള്ളാന്റെ ഇസ്മ വെച്ചത് ബഹുമാനിച്ചതിന്റെ പേരിൽ. നമ്മുടെ മക്കൾ ഖുർആൻ പഠിക്കുന്നവർ, മുസ്ഹഫ് എടുത്ത മദ്രസയിലേക്ക് പോകുന്ന മക്കൾ, ആ മദ്രസ കഴിഞ്ഞു വന്നാൽ അത് ഡൈനിങ് ടേബിളിലോ അല്ലെങ്കിൽ കിച്ചണിലോ എവിടെയെങ്കിലും ഇരിക്കുന്നിടത്തോ വെച്ചു പോകുന്നത് കാണുമ്പോൾ മക്കളോട് പറഞ്ഞു കൊടുക്കണേ, മുസ്ഹഫ് ഇവിടെയാണ് വെക്കേണ്ടത് മോനെ, ഇത് അല്ലാഹുവിന്റെ കലാമാണ്, ഇതിനോളം മഹത്വമുള്ള മറ്റൊന്നും ഈ പ്രപഞ്ചത്തിലില്ല മോനെ. അതുകൊണ്ട് നമ്മൾ ഇരിക്കുന്നിടത്തത് വെച്ചുകൂടാ, ബഹുമാനം കുറഞ്ഞിടത്തത് വെച്ചുകൂടാ, അത് ഉന്നതങ്ങളിൽ നിൽക്കണം, ഉയരത്ത് നിൽക്കണമെന്ന് നമ്മുടെ മക്കളോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ബഹുമാനിക്കാൻ പഠിപ്പിക്കലാണ്. അതൊരു നസ്വീഹത്താണ്. അത് കുറഞ്ഞു പോകുന്ന കാലഘട്ടമല്ലയോ ഇത്? അദ്ദീനു അന്നസ്വീഹ,
ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും കഴിഞ്ഞിട്ട് മാത്രമേ ഒരു മുഅ്മിനിന് മറ്റൊന്നുമുള്ളൂ. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിച്ചതിന് പിറകെയാണ് മറ്റു എല്ലാ സ്നേഹബന്ധങ്ങളും. ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹാ. സൂറത്തു തൗബയിൽ അല്ലാഹു ചോദിക്കുന്നു, നിങ്ങളുടെ മക്കളെക്കാൾ, കുടുംബത്തെക്കാൾ, നിങ്ങളുടെ ഇണയേക്കാൾ, കച്ചവടത്തെക്കാൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നതിനേക്കാൾ ഏറെ നിങ്ങൾ ഇവയാണോ സ്നേഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫിസ്കുണ്ട് എന്ന് ഖുർആൻ പറയുന്നു. ഫാസിഖീങ്ങളാണ്. നോക്കണേ, സ്നേഹവും ബഹുമാനവും ഏറ്റവും അർഹിക്കുന്നത് അള്ളാഹുവിന് അവന്റെ റസൂലിന്. അള്ളാഹുവിന്റെ പേര് പറയുമ്പോൾ അള്ളാഹു ജല്ല ജലാലു, അള്ളാഹു സുബ്ഹാനഹു, പടച്ചതമ്പുരാന്റെ പേര് പറയുമ്പോ സുബ്ഹാനഹു വ തആല ഇത് ചേർത്തി പറയണം. പണ്ട് വഅദ് പറയുമ്പോ ഖാലല്ലാഹു അസ്സ വജൽ എന്ന് ഉസ്താദുമാര് വഅദ് പറയുമ്പോ സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലാഹു എന്ന് സദസ്സിൽ മറുപടി പറയുന്ന കാലമുണ്ടായിരുന്നു. എത്ര മനോഹരമാണത്! അള്ളാഹുവിന്റെ നാമം സുബ്ഹാനഹു വ തആല, പരിശുദ്ധനായ റബ്ബേ നീ പരിശുദ്ധനാണ്, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് എന്ന് അള്ളാഹുവിനെ കുറിച്ച് പറയേണ്ടവരാണ് നമ്മൾ. സുബ്ഹാനഹു വ തആല. പുണ്യ നബിയുടെ പേര് എവിടെയെല്ലാം പറയപ്പെടുന്നുവോ അവിടെ സ്വലാത്ത് ചൊല്ലണം. പേര് കേൾക്കുമ്പോൾ അത് നിങ്ങൾ യൂട്യൂബ് പ്ലേ ചെയ്ത് കേൾക്കുകയാണ്, ഒരു വഅദ് കേട്ടുകൊണ്ടിരിക്കുകയാണ്, എവിടെയോ നടക്കുന്ന ഒരു സ്പീച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഒരു റെക്കോർഡ് ചെയ്തത് കേൾക്കുകയാണ്, എന്നാൽ പോലും അദബൻ മഅ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് കാണിക്കേണ്ട അദബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കലാണ് ഇവിടെ. പേര് എങ്ങനെ കേട്ടാലും നമ്മുടെ ചെവിയിലേക്ക് ഹബീബിന്റെ പേര് കേൾക്കുമ്പോൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ ഇമാം ഖുസാഇ തങ്ങൾക്ക് അന്നത്തെ ഭരണാധികാരിയോട് കടുത്ത വാക്കുകൾ പറയേണ്ടി വന്നു. അള്ളാഹുവിന്റെ കലാം സൃഷ്ടിയാണ് എന്ന വാദം കൊണ്ടുവരികയും അതിന് തെളിവുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്ത് ഒന്നിനുമേൽ മറ്റൊന്ന് തെളിവുകൾ കൊടുത്തിട്ടും അത് അംഗീകരിക്കാതെ വന്നപ്പോ അള്ളാഹുവിനെ കുറിച്ച് പറയാൻ എന്തധികാരം നിങ്ങൾക്കുണ്ട്? നിങ്ങൾ ലാ തുത്ഖിനുൽ ഇൽമ് നിങ്ങൾക്ക് ഇത്ഖാനില്ലല്ലോ, ഇൽമിൽ നിങ്ങൾക്ക് അധികാരമുണ്ടോ അത് പറയാൻ? അത് പണ്ഡിതരല്ലേ പറയേണ്ടത് എന്ന് തിരുത്തി ചോദിച്ച മഹാനായ ഇമാം ഖുസാഇ നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വീടിനുള്ളിലേക്ക് ഇത് കൊണ്ടുവരിക. അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഇകഴ്ത്തിയിട്ടോ അല്ലെങ്കിൽ തെറ്റിദ്ധാരണ പേരിൽ നിരീശ്വരവാദ ചിന്തകൾ നമ്മുടെ മക്കളുടെ തലയിലേക്ക് കയറി വരുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചും റസൂലിനെ കുറിച്ചും പഠിക്കേണ്ടതിന് പകരം ഇസ്ലാമിനെ കണ്ണു ചിമ്മി എതിർക്കുന്ന ആളുകളുടെ എഴുത്തുകളോ വായനകളോ അവരുടെ സംസാരങ്ങളോ കേൾക്കേണ്ടി വരുമ്പോൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും പറയാൻ പാടില്ലാത്തത് അത് കേൾക്കേണ്ടി വരുമ്പോ അവിടെ നിർത്തേണ്ടിടത്ത് നിർത്തിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ലെങ്കിൽ ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടെങ്കിലും പ്രതിഷേധിക്കാൻ ഒരു മുഅ്മിനായ മനുഷ്യന്റെ ഈമാൻ കൊണ്ട് സാധിക്കണം. എന്തേ? അവരത്രക്ക് മേൽ ബഹുമാനിക്കപ്പെടേണ്ടവരാണ്. അവരെക്കാളും ബഹുമാനം അർഹിക്കുന്നത് ആരാണ്? അള്ളാഹും റസൂലും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ പോലും. അള്ളാഹും റസൂലും കഴിഞ്ഞിട്ടാണ് നമ്മുടെ മാതാപിതാക്കൾ. അത്രക്കുമേൽ ബഹുമാനിക്കപ്പെടേണ്ട ഹബ്ബിനെയും അവന്റെ അള്ളാഹുവിന്റെ ഹബീബിനെയും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ രണ്ട് മഹത്വം, അള്ളാഹുവിന്റെയും അവന്റെ റസൂലിന്റെയും മഹത്വങ്ങളെ ഇടിച്ചു താഴ്ത്തുന്നവർക്ക് ഒരിക്കലും ഓശാന പാടാനോ ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ മിണ്ടാതിരുന്ന് കേൾക്കാനോ ഒരു മുഅ്മിനായ മനുഷ്യന് എങ്ങനെ സാധിക്കും? ദീൻ എന്ന് പറയുന്നത് നസ്വീഹത്താണ്. പണ്ഡിതന്മാർ അവരുടെ ജീവിതത്തിൽ അനുഭവിച്ച ചില ത്യാഗങ്ങളിലൂടെ ഒന്ന് എത്തി നോക്കുകയാണ് നമ്മുടെ ലഭ്യമായ സമയത്തിനുള്ളിൽ. മക്ക കണ്ട, ലോകം കണ്ട പ്രഗത്ഭനായ ആലിമുണ്ട്. താബിഈങ്ങളുടെ നേതാക്കളിൽ അറിയപ്പെടുന്ന അത്വാ ഇബ്നു അബീ റബാഹ്, അല്ലാമത്തുൽ ഹറം, മക്ക എന്ന ഹറം കണ്ട, ലോകം കണ്ട പണ്ഡിതൻ. ലാ യുഫ്തി ഫീ മക്ക വഅതാ ഇല്ലാ അതാ, ലാ യുഫ്തി ഫിൽ ഹജ്ജ് ഇല്ലാ അതാ. ഹജ്ജ് ആസന്നമായാൽ മക്കയിൽ അതാ എന്നവരല്ലാതെ മറ്റാരും ഫത്വ കൊടുക്കാൻ അധികാരമില്ലാത്തവരാണ് എന്ന് പണ്ഡിത ലോകം അംഗീകരിച്ച കറുകറുത്ത ഒരു കുറിയ മനുഷ്യനായിരുന്നു അതാ റളിയല്ലാഹു അൻഹു. മക്കയിലെ ഒരു പെണ്ണിന്റെ അടിമയായിരുന്നു അത്രേ മഹാനവറുകൾ. കാന അഫ്തസൽ അൻഫി, മൂക്ക് പരന്ന് ചപ്പിയവരായിരുന്നു.
ളയ്യിഖൽ ഉനുഖി, കഴുത്ത് വളരെ ചുരുങ്ങിയവരായിരുന്നു. കാന ദമീമാ, മുഖത്തൊരുപാട് കുഴികളും മുഴകളും ഉണ്ടായിരുന്ന, കാണാൻ ഭംഗിയില്ലാതിരുന്ന, മാത്രമല്ല അഅ്വറൽ ഐനി, ഒരു കണ്ണിന് കാഴ്ചയില്ല. കാന അറജ്, ഒരു കാലിന് മുടന്താണ്. ഇങ്ങനെയൊക്കെ ശാരീരിക വൈകല്യങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ മഹാനായ എന്നവരുടെ ഇൽമ പഠിക്കാൻ വേണ്ടി അന്നത്തെ ഭരണാധികാരികൾ മക്കളുടെ കൈപിടിച്ചുകൊണ്ട് ക്യൂ നിൽക്കുമായിരുന്നു. ഹജ്ജിന്റെ മസല ചോദിക്കുമ്പോ ഖലീഫമാര് വരും. മഹാനായ എന്നവർ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനവറുകൾ നിസ്കാരം സലാം വീട്ടുന്നവരെ എന്നവരെ കാത്തിരിക്കും. എന്നവർ നിസ്കാരം കഴിഞ്ഞാൽ ആളുകൾ മസലകൾ ചോദിക്കും, അതിനുത്തരം കൊടുക്കും. ആ ചോദിക്കുന്നവരിൽ അന്നത്തെ ഭരണാധികാരികൾ അടക്കമുണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാൻ അടക്കമുള്ളവർ അന്ന് മക്കയിൽ വരുമ്പോ ഈ എന്നവരുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കുന്നത് ചരിത്രം കണ്ടിട്ടുണ്ട്. അബ്ദുൽ മലിക് ബിൻ മർവാൻ മക്കളോട് പറയുകയാണ്, മക്കളെ, നിങ്ങളുടെ വാപ്പയുടെ അധികാരമല്ല അധികാരം തങ്ങളുടേതാണ്. നോക്കണേ, ഈ പണ്ഡിതന്റെ മുമ്പിൽ ഇൽമു ചോദിക്കാനും മസ്അല ചോദിക്കാനും എത്ര നേരമായി ആളുകൾ ക്യൂ നിന്നുകൊണ്ട് ഇവിടെ വെയിറ്റ് ചെയ്യുന്നു, കാത്തു നിൽക്കുന്നു. ഇത് വലിയ ഇസ്സത്തല്ലയോ? എന്നെ ആളുകൾ ബഹുമാനിക്കുന്നത് അധികാരം കയ്യിലുള്ള പേടി കൊണ്ടായിരിക്കും. എന്നവരെ ബഹുമാനിക്കുന്നത് കണ്ടു നോക്കൂ, ആ മനുഷ്യന്റെ ഇൽമാൻ. അതുകൊണ്ട് മക്കളെ, അലൈക്കും ബിൽ ഇൽമ്, നിങ്ങൾ ഇൽമു പഠിക്കണേ, ഓതി പഠിക്കണേ, കിതാബുകൾ ഓതേണമേ, ദർസിൽ പോകേണമേ, ദീനിന്റെ ഇൽമ പഠിക്കണമേ എന്ന് സ്വന്തം മക്കൾ ഉപദേശിച്ചിരുന്നു അന്നത്തെ ഭരണാധികാരികൾ. ആരെ കണ്ടിട്ട്? അതാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അത്ഭുതകരമായ ഒരു സംഭവം നടക്കുന്നു. മഹാനവറുകൾ 30 കൊല്ലം മക്കത്തെ പള്ളിയിൽ കഅബാലയത്തിന്റെ ചുറ്റുമുള്ള അൽ മസ്ജിദുൽ ഹറാം, പരിശുദ്ധമായ പള്ളി, ഒരു നിസ്കാരത്തിന് 1,00,000 നിസ്കാരത്തിന്റെ കൂലിയുണ്ട് എന്ന് നിബിധങ്ങൾ പറഞ്ഞ ആ മസ്ജിദിൽ 30 കൊല്ലം ദർസ് നടത്തിയ മുദർരിസാണ് അല്ലാമ അതാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അവിടെ ഹജ്ജിന് വന്നൊരു മനുഷ്യൻ കിടന്നുറങ്ങി. ആ മനുഷ്യൻ കിടന്നുറങ്ങിയപ്പോ കാറ്റടിച്ചപ്പോ അദ്ദേഹത്തിന്റെ കുപ്പായം പൊങ്ങിയപ്പോ അരപ്പട്ട ധരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ പേഴ്സ് പോലെ, വാലറ്റ് പോലെ പൈസ സൂക്ഷിക്കുന്ന ഇടമുണ്ടവിടെ. കാറ്റടിച്ചപ്പോ കുപ്പായം പൊങ്ങിയപ്പോ ഏതോ ഒരു കള്ളൻ അത് കണ്ടു. മഹാനവറുകളുടെ കയ്യിലെ ആ പോക്കറ്റിൽ വെച്ച ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന്റെ കാശ് ഒരു കള്ളനെടുത്ത് കൊണ്ടുപോയി. ഓടുന്നത് ഓടിക്കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത്. നോക്കുമ്പോ തന്റെ മുമ്പിൽ ഒരാൾ കൈകെട്ടി നിസ്കരിക്കുന്നതാ കാണുന്നത്. ഉറപ്പിച്ചു, ഈ മനുഷ്യനാണ് തന്നെ മോഷ്ടിച്ചത്. ആളറിയാതിരിക്കാൻ പെട്ടെന്ന് നിസ്കാരത്തിൽ പ്രവേശിച്ചതാണ്. മഹാനായ അതാ റളിയല്ലാഹു അൻഹു ആയിരുന്നത്. അതാ പിറകിൽ ചെന്ന് പിടിച്ചു വലിച്ചു കുലുക്കിയിട്ട് പറഞ്ഞു, എന്റെ കാശ് മോഷ്ടിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുകയാണല്ലേ, എന്റെ കാശെടുത്ത് നിങ്ങൾ അഭിനയിക്കുകയാണല്ലേ, എന്റെ കാശെനിക്ക് തിരിച്ചു താ എന്ന് പറഞ്ഞു. മഹാനായ അതാ റളിയല്ലാഹു അൻഹു കഷ്ടിച്ച് നിസ്കാരം പൂർത്തിയാക്കി. മെല്ലെ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര കാശാ നഷ്ടമായത്? 200 ദീനാർ. ദീനാർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ നാണയം. 200 സ്വർണ്ണ നാണയം എന്റേത് മോഷ്ടിക്കപ്പെട്ടു. നിങ്ങളല്ലേ എടുത്തത്? തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് നഷ്ടമായത് എത്ര? 200. എന്റെ കൂടെ വാ. ഇതാരെങ്കിലും അറിയോ? അല്ല, ഞാനും നിങ്ങളെ അറിയുള്ളൂ. എന്നാൽ ആരോട് മിണ്ടണ്ട, നീ എന്റെ കൂടെ വാ. മഹാനവറുകൾ വീട്ടിൽ കൊണ്ടുപോയി 200 സ്വർണ്ണ നാണയം എടുത്ത് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, അൽമാലു മാലുല്ലാഹ്, സമ്പത്ത് അല്ലാഹു തന്നതല്ലയോ, നിനക്ക് ഹക്കായതാണ്, നിനക്ക് പൊരുത്തമായതാണ്, നീ കൊണ്ടുപോയിക്കോ. ഇത് അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ഉണ്ടാകും ഒരു കള്ളൻ. മഹാനായ തങ്ങൾ പേടിച്ചത് തന്നെ അടിക്കുകയോ പിടിക്കുകയോ ചെയ്തത് ആരെങ്കിലും കണ്ടിരിക്കാൻ ഇടയുണ്ടെങ്കിൽ ഈ മനുഷ്യൻ എന്നവരെ ബഹുമാനിക്കാതെ കാണിച്ച ഈ പണി കണ്ട ആളുകൾ ഇയാളെ പിടിച്ച് ഉപദ്രവിക്കും. അതില്ലാതിരിക്കാൻ ആളുകൾ കാണാതെ സ്വന്തം വീട്ടിൽ കൊണ്ടുപോയി നഷ്ടമായി 200 ദീനാറും കൊണ്ടുപോയി കൊടുത്തു. അപ്പൊ ആളുകൾ ചോദിച്ചു ഇയാളോട്, എന്താ കഥ? എന്റെ പൈസ പോയി, എന്നിട്ട് ഈ മനുഷ്യനെ അടുത്തത് ഇതാരാണെന്ന് നിനക്കറിയുമോ? എനിക്കറിയൂല. ഇതാണ് ആലിമുൽ ഹറം അതാ ഇബ്നു അബീ റബാഹ് റഹ്മത്തുള്ളാഹി അലൈഹി. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ
സുന്നത്തും പരിശുദ്ധ കിതാബും ദീനിന്റെ മസ്അലകളും ഉമ്മത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്ന മക്ക കണ്ട ലോകം കണ്ട ആലിമാണ് അതാ ഇബ്നു റബാഹ്. നിങ്ങളുടെ ചില്ലിക്കാശ് മോഷ്ടിക്കുന്ന മനുഷ്യനല്ലേ ഇത്? ഈ മഹാനുഭാവനെ പറ്റി നിങ്ങൾ അങ്ങനെ ആരോപണം ഉന്നയിച്ചത് എത്ര വലിയ തെറ്റാണ്. ഇയാൾ ഓടുകയാണ്. അച്ഛാ എന്നവരെ ഞാൻ അറിഞ്ഞില്ല, എനിക്ക് മാപ്പ് തരണം, എനിക്ക് മാപ്പ് തരണം. അച്ഛാ എന്നവർ പറഞ്ഞു, അൽമാലു മാലുല്ലാ, ഈ പണം എനിക്ക് വേണ്ട, നിനക്ക് വേണ്ടി ഞാൻ തന്നതാണ്. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. പാവപ്പെട്ടവർക്ക് വേണ്ടി ഒരു ലാഭേച്ഛയുമില്ലാതെ സ്വന്തം സമ്പത്ത് എടുത്തു കൊടുക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരു നന്ദി പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല, ഒരു മെസ്സേജ് പോലും അവർ പ്രതീക്ഷിക്കുന്നില്ല. അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തു കഴിഞ്ഞു. വയുത്ഇമൂന ത്വആമ അലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ. അതുകൊണ്ട് നിങ്ങളുടെ ഈ സമ്പത്ത് നിങ്ങൾക്ക് ഞാൻ തന്നു കഴിഞ്ഞതാണ്, എന്നാൽ എനിക്ക് മാപ്പ് തരണം. നിങ്ങൾ മോഷ്ടിച്ചു എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചല്ലോ. അൻത ഫീ ഹില്ലിൻ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. അൻത ഫീ ഹില്ലിൻ, നിങ്ങൾക്ക് ഞാൻ മാപ്പ് തന്നിരിക്കുന്നു. നോക്കണേ, ഒരു പണ്ഡിതന് സംഭവിച്ച ഒരു പ്രയാസം. ആരോപണം ഉന്നയിക്കപ്പെടുമ്പോഴേക്കും കുറ്റാരോപിതരായി ആരോപണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പോസ്റ്റുകളും വീഡിയോകളും റെക്കോർഡുകളും പുറത്തുവിട്ടുകൊണ്ട് ആളുകൾ അപമാനിക്കുമ്പോ എന്താണ് അതിന്റെ നിജസ്ഥിതി എന്ന് പോലും അറിയാതെ ആരോപണങ്ങൾ അഴിച്ചുവിടുമ്പോൾ അറിയണമേ എത്ര ഗുരുതരമായ തെറ്റുകളാണ് നമ്മൾ ആ ചെയ്യുന്നത്. അത്തരം ഉപദ്രവങ്ങൾ ഏൽക്കപ്പെടുമ്പോൾ മനസ്സിലേൽക്കുന്ന വേദന, മനസ്സിനുണ്ടാകുന്ന പ്രയാസം നിരുപാധികം മാപ്പു ചെയ്യാൻ കഴിയുന്നവരാണ് മുഅ്മിനീങ്ങളായ ആളുകൾ. നിരുപാധികം മാപ്പു ചെയ്യാൻ കഴിയുന്നവർ. ഇതും ഈ ഉമ്മത്തിന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവ ഗുണമാണ്. നഷ്ടപ്പെടരുതേ. ഒരിക്കലും ഒരു ഉമ്മയും ഒരു പെണ്ണും ഒരാണും ഒരു ഉപ്പയും പറയരുത്, ഞാൻ മരിക്കുന്നവരെ അവന് അല്ലെങ്കിൽ അവൾക്ക് മാപ്പ് തരില്ല എന്ന് പറയരുത്. ഞാൻ മരിച്ചാൽ എന്നെ കാണാൻ വരണ്ട, ഇങ്ങനെയൊന്നും പറയല്ലേ. ഈ ലോകം വളരെ ചെറുതാണ്. 60 70 വയസ്സായ ആളുകളൊന്ന് ചിന്തിച്ചു നോക്ക്. എത്ര പെട്ടെന്നാണ് 60 കഴിഞ്ഞു പോയത്, എത്ര പെട്ടെന്നാണ് 70 വയസ്സായി പോയത്, എത്ര പെട്ടെന്നാണ് കാലം കഴിഞ്ഞു പോയത്. മരണത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. കാരുണ്യവാനായ റബ്ബിനെ കാണാനാണ് നമ്മൾ പോകുന്നത്. റബ്ബേ, നീ എനിക്ക് പുറത്തു തരേണമേ. അള്ളാഹു പുറത്തു തരേണമെങ്കിൽ നിങ്ങൾ മനുഷ്യർക്ക് മാപ്പ് ചെയ്തു കൊടുക്കണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا يأتل أولو الفضل منكم والسعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ നമ്മുടെ ഉമ്മയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ സംബന്ധിച്ച് പറയാൻ പാടില്ലാത്ത വ്യഭിചാര ആരോപണം സാധുവായ സ്വഹാബി സഫ്വാൻ ഇബ്നു മുഅത്ഫിൽ റളിയല്ലാഹു അൻഹുവിന്റെ പേര് വെച്ച് ആരോപണങ്ങൾ മദീനയിൽ പരന്നപ്പോൾ ഉപ്പയല്ലേ സിദ്ദീഖ് തങ്ങളെ, അവരുടെ മോളല്ലയോ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, അവരാരുടെ ഭാര്യയാണെന്നറിയണ്ടേ? ലോകത്തിന്റെ ഖാത്തമുൻ നബിയീൻ സയ്യിദുൽ വറാ മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അത്വയ്യിബൂന ലിത്വയ്യിബാത്ത് വത്വയ്യിബാതു ലിത്വയ്യിബീൻ, സജ്ജനങ്ങൾക്ക് സജ്ജനങ്ങളെയാണ് അല്ലാഹു ഇണയാക്കി തെരഞ്ഞെടുത്തു കൊടുക്കുന്നത്. ഹബീബായ നബി എന്ന ത്വയ്യിബായ നബിക്ക് ഇതുപോലെ തിന്മകൾ ചെയ്യുന്ന ഒരാളെ, ഒരു പെണ്ണിനെ അല്ലാഹു നബി തങ്ങളുടെ ഭാര്യയായി നൽകുമോ എന്ന് പോലും ചിന്തിക്കാതെ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ആരോപണങ്ങൾ അന്നത്തെ കപടവിശ്വാസികൾ പറഞ്ഞു പരത്തിയപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ അമ്മായിയുടെ മകൻ സിദ്ദീഖ് തങ്ങൾ പോറ്റു വളർത്തുന്ന ഒരു തന്റെ ബന്ധുവായ മിസ്കീനായ മുഹാജിറായ മഹാനായ മിസ്തഹ് ഇബ്നു ഉസാസ എന്ന് പറയുന്ന സ്വഹാബി, ആ സ്വഹാബി പോലും ആയിഷ ബീവിയെ കുറിച്ച് ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ ഏറ്റുപറഞ്ഞു എന്ന് വാപ്പയായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കേൾക്കേണ്ടി വന്നപ്പോ എത്ര വേദനിച്ചു കാണും സിദ്ദീഖ് എന്നവര്. ഞാൻ ചെലവ് കൊടുക്കുന്ന, ഞാൻ അരി വാങ്ങിച്ചു കൊടുത്തില്ലെങ്കിൽ അവിടെ ആ വീട്ടിൽ പട്ടിണിയാണ്. അങ്ങനത്തെ വീട്ടുകാരനായ മിസ്തഹ് ഇബ്നു ഉസാസ എന്റെ മോളെ കുറിച്ച് ഇത് പറഞ്ഞല്ലോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വല്ലാഹ്
അള്ളാഹുവിനെ തന്നെയാണ് സത്യം, ഇനി ഒരിക്കലും മിസ്തഹിന് ഞാൻ ഒന്നും കൊടുക്കില്ല, മിസ്തഹിനെ ഞാൻ ഇനി സഹായിക്കില്ല എന്ന് സത്യം ചെയ്തു പറഞ്ഞപ്പോഴാണ് സൂറത്തു നൂറിലെ ആയത്തിറങ്ങുന്നത്. നിങ്ങളിൽ അള്ളാഹു സമ്പത്ത് നൽകിയവർ, അള്ളാഹു സൗകര്യം ചെയ്ത ആളുകൾ, മുതലാളിമാരായ ആളുകൾ പാവപ്പെട്ടവർക്ക് ഇനി മുതൽ കൊടുക്കില്ല എന്ന് പറഞ്ഞ് സത്യം ചെയ്തു പറയരുത്. മാപ്പ് കൊടുക്കണേ, വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കണേ. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? വല്ലാത്തൊരു ചോദ്യം. അപ്പോഴാണ് പുണ്യനബി തങ്ങളുടെ പരിശുദ്ധരായ സ്വഹാബി സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി മഹാനെക്കുറിച്ചാണ് ആയത്തിറങ്ങിയത്, മഹാനെക്കുറിച്ചാണ് ആയത്തിറങ്ങിയത്. ബലാ യാ റബ്ബ് ഉഹിബ്ബു അൻ യുഗ്ഫറ ലീ, അല്ലാഹുവേ നീ എനിക്ക് പുറത്തു തരണം, എന്നെനിക്ക് ആഗ്രഹമുണ്ട്, നീ മാപ്പ് തരണം. അതുകൊണ്ട് മിസ്തഹിനെ ഞാൻ മാപ്പ് ചെയ്തിരിക്കുന്നു. എൻ്റെ മോളെക്കുറിച്ച് പറയാൻ പാടില്ലാത്തത് മിസ്തഹ് എന്നവർ പറഞ്ഞിരിക്കെ തന്നെ ഇതുവരെ ഞാൻ ചെലവിന് കൊടുത്ത പോലെ ഇനിയും മരണം വരെ ഞാൻ ചെയ്യും റബ്ബേ എന്ന് പറ്റിപ്പോയ ഒരു തീരുമാനത്തെ തിരുത്തിയിട്ടുണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഇതിന് വിശാലമായ മനസ്സ് വേണം. بسم الله الرحمن الرحيم ولا يأتل أولو الفضل منكم السعة أن يؤتوا أولي القربى والمساكين والمهاجرين في سبيل الله وليعفوا وليصفحوا ألا تحبون أن يغفر الله لكم. നമ്മുടെ ജീവിതങ്ങളിലേക്ക് വിഷമങ്ങളും വേദനകളും കടന്നു വരുമ്പോൾ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന കുത്തുവാക്കുകൾ പറഞ്ഞ ആളുകൾ, ആണുങ്ങളാവാം, പെണ്ണുങ്ങളാവാം, വീട്ടുകാരാവാം, കുടുംബക്കാരാവാം, അയൽവാസികളാകാം, നിങ്ങൾ അന്നം കൊടുത്ത് പോറ്റി വളർത്തിയ ആളുകളാകാം, സ്വന്തം മക്കളാകാം, മുഅ്മിനീങ്ങളായ ആളുകൾ നിരുപാധികം മാപ്പ് കൊടുക്കാൻ കഴിയുന്നവരാണ്. മഹാനായ അത്വാ റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചു കുലുക്കുകയും നിങ്ങൾ മോഷ്ടിച്ചുവല്ലേ, എന്റെ സമ്പത്ത് കട്ടെടുത്തല്ലേ എന്ന് ആരോപണം ഉന്നയിച്ചപ്പോ മോഷണം ചെയ്യാത്ത മഹാനായ പണ്ഡിതനെ കുറിച്ച് തെറ്റിദ്ധാരണയുടെ പേരിൽ ആളുകൾ മഹാനായ അത്വാ തങ്ങളെ ഡ്രസ്സിന് പിടിച്ചു വലിച്ചുകൊണ്ടാണ് അയാൾ ഇതുപോലെ ഒരു ആരോപണം ഉന്നയിച്ചത്. എന്നിട്ട് പോലും മഹാനവറുകൾ നിരുപാധികം മാപ്പ് ചെയ്തു കൊടുത്തു എന്നത് ഒരു പണ്ഡിതനിൽ നിന്നുണ്ടാകുന്ന ഏറ്റവും വലിയ നന്മയാണ്. തിന്മകൾ സദാ കാലാകാലങ്ങളിൽ നടന്നുകൊണ്ടിരിക്കും, വിഷമങ്ങളും പരീക്ഷണങ്ങളും നടന്നുകൊണ്ടിരിക്കും. നമ്മുടെ വീടുകളിൽ, നമ്മുടെ മഹല്ലുകളിൽ, നമ്മുടെ സംഘടനാ സംവിധാനങ്ങളിൽ, നമ്മുടെ രാഷ്ട്രീയ പരിസരങ്ങളിൽ ഇത് സ്വാഭാവികമാണ്. എന്നാൽ അതൊരു വൈരാഗ്യത്തിലേക്ക് പോകാതെ, ഒരു ശത്രുതയിലേക്ക് പോകാതെ, വിവിധങ്ങളായ അഭിപ്രായങ്ങളോ ചിന്താധാരകളോ നമ്മൾ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കെ തന്നെ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ അഖീദയാണെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് തന്നെ ഏതെല്ലാം പാർട്ടികളിലോ സംഘടനകളിലോ നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ പോലും ഒരു മുഅ്മിനായ മനുഷ്യനോടും വൈരാഗ്യം വെക്കാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ലയോ? ഒരു മുഅ്മിനായ മനുഷ്യനോട് പോലും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ നമുക്ക് കഴിയില്ലയോ? അതിന് സാധ്യമല്ലെങ്കിൽ എന്ത് ദീനാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്? എന്ത് ഇൽമാണ് നമ്മൾ കൊണ്ട് നടക്കുന്നത്? അതുകൊണ്ട് വൽയഅഫൂ വൽയസ്ഫഹൂ അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് മാപ്പ് തരാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലയോ? അല്ലാഹുവിന് വേണ്ടി നിങ്ങൾ മാപ്പ് ചെയ്യണമേ, മാപ്പ് ചെയ്തു കൊടുക്കുക. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വേദനകളും വിഷമങ്ങളും റബ്ബിനെ ഉദ്ദേശിച്ച് മാപ്പ് ചെയ്യുക. എന്നാൽ അല്ലാഹു ഫൗഖ സബ്ഇ സമാവാത് നമുക്ക് മാപ്പ് ചെയ്തു തരും. അല്ലാഹുവിന്റെ അഫ്വ് അല്ലാഹു നമുക്ക് നൽകട്ടെ. നമ്മളോട് വേദനയോടെ പെരുമാറിയവർ, നമ്മളോട് മോശപ്പെട്ട വാക്കുകൾ പറഞ്ഞവർ, നമ്മളെ കുത്തുവാക്ക് കൊണ്ട് നോവിച്ചവർ, നമ്മൾ അവരെ ഓരോരുത്തരെയും വിചാരണ ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ, അവൾ അത് പറഞ്ഞില്ലേ, ആ പരിപാടിക്ക് ചെന്നപ്പോ എന്നെ കുറിച്ച് ഇന്നത് പറഞ്ഞില്ലേ, വാട്സപ്പ് ഗ്രൂപ്പിൽ ഇന്നത് പോസ്റ്റ് ചെയ്യില്ലേ, ഇതൊക്കെ പറയാൻ തുടങ്ങിയാൽ
നമ്മൾ ചെയ്ത തിന്മകളെ അല്ലാഹു കണിശമായി നമ്മളെ വിചാരണ ചെയ്യുകയാണെങ്കിൽ നമ്മളും ശിക്ഷിക്കപ്പെടും. അല്ലാഹു നമ്മൾ ജനങ്ങളെ നിരൂപിക്കുന്ന പോലെ അല്ലാഹു നമ്മളെ സൂക്ഷ്മമായി പരിശോധിക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടുപോകും മുഅ്മിനെ. അതുകൊണ്ട് നിരുപാധികം മാപ്പ് കൊടുക്കണേ. അലിമീങ്ങൾ കാണിച്ച മര്യാദകൾ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഹബീബിന്റെ ഹദീസിലേക്ക് തിരിച്ചു വരാം. വല്ലാഹി ലതഅ്മുറുന്ന ബിൽ മഅറൂഫ്, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, നിങ്ങൾ നന്മ കൊണ്ട് കൽപ്പിക്കണമേ, തിന്മകൾ ഇല്ലായ്മ ചെയ്യണമേ, തിന്മകളെ ഇല്ലായ്മ ചെയ്യണേ, തിന്മകളെ നിരോധിക്കണമേ. ഇല്ലാ തഫ്അലൂ, നിങ്ങളത് ചെയ്തില്ല എങ്കിൽ അല്ലാഹു നിങ്ങളുടെ അധികാരം നിങ്ങളിൽ ഏറ്റവും മോശപ്പെട്ടവരുടെ കൈകളിൽ അല്ലാഹു നൽകും. ഫയദ്ഉ ഖിയാറുക്കും, അന്നേരം നിങ്ങൾ വിഷമിച്ചുകൊണ്ട് പ്രയാസപ്പെടും. നിങ്ങളിലെ നല്ല ആളുകളെല്ലാം അല്ലാഹുവിനോട് കയ്യുയർത്തി ദുആ ചെയ്യും. വലാ യുസ്തജാബു ലഹും, അവർക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുകയില്ല. അതുകൊണ്ട് നമ്മുടെ യുവതലമുറയിലേക്കൊന്ന് തിരിച്ചു വരാം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയെ നമ്മൾ ഓർക്കണം. ഫാത്തിമ ബീവി ആരുടെ മോളാണ്? ആരുടെ ഭാര്യയാണ്? ആരുടെ ഉമ്മയാണ്? ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ, ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ വമൻ യുജാനി ബിൽ ഫഖ്രി അബാഹാ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹക്ക് മറിയം ബീവിയെക്കാളും മഹത്വമുണ്ട് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ സമർത്ഥിച്ചപ്പോ ചില ആളുകളെങ്കിലും, അല്ലാമ ഇഖ്ബാലിന്റെ ചെവിയിലെത്തിയ ഒരു ചർച്ചയാണിത്. ചില ആളുകളെങ്കിലും ക്രിസ്തുമത വിശ്വാസികൾ മറിയം ബീവി ഒരു പ്രവാചകന് ജന്മം കൊടുത്ത ഉമ്മയല്ലയോ, ആ ഉമ്മയോളം ഉണ്ടോ ഫാത്തിമ ബീവിയുടെ മഹത്വം എന്ന് ചോദിച്ചപ്പോ അല്ലാമ ഇഖ്ബാൽ ഉറുദുവിലും പേർഷ്യൻ ഭാഷയിലും മാത്രം കവിതകൾ ചൊല്ലാറുള്ള മഹാൻ 2 വരി അറബിയിൽ കവിത ചൊല്ലി. അതാണ് ഞാൻ ചൊല്ലിയത്. ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ ഫമൻ യുദാനി ബിൽ ഫഖ്രി അബാഹാ. മറിയം ബീവി മഹത്വമുള്ളവർ തന്നെയാണ്. ലം യകുമുൽ മിനൻ നിസാഇ ഇല്ലാ അർബഅ, 4 മഹദികൾ അല്ലാഹുവിന്റെ ഈ ദീനിന്റെ ചരിത്രത്തിൽ 4 മഹദികൾക്ക് അല്ലാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ട്. ഒന്ന് ആസിയ ബീവിയാണ്, മറ്റൊന്ന് മറിയം ബീവിയാണ്, ഖദീജ ബീവിയാണ്, ഫാത്തിമ ബീവിയാണ്. പുണ്യനബി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഫാത്തിമ ബീവിയുടെ മഹത്വം എന്തെന്നറിയണേ? ഈസ നബിയുടെ ഉമ്മയാണ് മറിയം ബീവി എന്നവരിൽ ഒരു സംശയവും മുസ്ലിമീങ്ങൾക്കില്ല. പക്ഷേ ഫാത്തിമ ബീവി ആരാ? ഹിയ ഉമ്മു മൻ ഹിയ ബിൻതു മൻ ഹിയ സൗജു മൻ, അവരാരുടെ ഉമ്മയാണ്, ആരുടെ മോളാണ്, ആരുടെ ഭാര്യയാണ്? അഷ്റഫുൽ ഖൽഖിന്റെ മോളല്ലേ ഫാത്തിമത്തു ബിദ്അത്തും മിന്നി ഫമൻ അഗ്ളബഹാ അഗ്ളബനി. ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ്, അവരെ വേദനിപ്പിക്കുന്നവർ എന്നെയാണ് വേദനിപ്പിക്കുന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ സിബ്താ റസൂലില്ലാഹ് സയ്യിദാ ശബാബി അഹ്ലിൽ ജന്ന, സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന യുവാക്കളുടെ മുഴുവൻ നേതാക്കന്മാർ മഹാനായ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. ആ 2 മഹത്തുക്കളുടെ ഉമ്മയല്ലയോ ഫാത്തിമ ബീവി? അലിയാർ തങ്ങൾ വിജ്ഞാനത്തിന്റെ മഹാനഗരമല്ലയോ? ആ നഗരമായ അലി റളിയല്ലാഹു അൻഹുവിന്റെ മദീനത്തുൽ ഇൽമിന്റെ കവാടമായ അലിയാർ തങ്ങളുടെ ഭാര്യയല്ലയോ ഫാത്തിമ ബീവി? കഴിഞ്ഞോ? വമൻ യുദാനി ബിൽ ഫഖ്രി അബാഹാ. ഫാത്തിമ ബീവിയുടെ ഉപ്പയോളം മഹത്വത്തോടരികിലെത്താൻ ആരുണ്ട് ലോകത്ത്? അഷ്റഫുൽ ഖൽഖിന്റെ മോളല്ലയോ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ജനാസ നടന്നു മദീനയിൽ. ആ ജനാസയെ അനുഗമിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പോയി. ജനാസയെ അനുഗമിച്ച് മറവ് ചെയ്യുന്നവരെ ആ ജനാസയുടെ കൂടെ നിന്നാൽ ലഹു ഖീറാത്താൻ, അവർക്ക് 2 മഹാമലകളോളം പ്രതിഫലങ്ങൾ ഉണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാസ നിസ്കരിച്ചാൽ 1 മഹാമലയോളം വരുന്ന കൂലിയുണ്ട്. എന്നാൽ ജനാസ നിസ്കാരം കഴിഞ്ഞ്
ഭൂമിയിലേക്ക് മറവ് ചെയ്ത് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ നുഖ്റാ. ഒരു മനുഷ്യന്റെ അവസാന അന്ത്യകർമ്മങ്ങളിൽ അവസാനം വരെ ആ ഖബർ മൂടുന്നവരെ മയ്യത്തിന്റെ കൂടെ നിന്നാൽ 2 മഹാപർവ്വതങ്ങളുടെ അത്ര കൂലി അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു അൻസ്വാരി മരണപ്പെട്ടപ്പോൾ ആ അൻസ്വാരിയുടെ ജനാസ മറവ് ചെയ്യാൻ വേണ്ടി നബി തങ്ങൾ പോയി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജനാസ മറവ് ചെയ്ത് തങ്ങൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീട്ടിലേക്ക് എത്തിയിട്ടില്ല. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഒരൽപ്പം വൈകിട്ടാണ് വരുന്നത്. ബീവി റളിയല്ലാഹു അൻഹയോട് തങ്ങൾ ചോദിക്കുകയാണ്, ഫാത്തിമ ബീവിയോട്, ആരുടെ മോളാണിത്? ആരാണ് ചോദിക്കുന്നത്? ആരോടാണ് ചോദിക്കുന്നത്? ഫാത്തിമ ഐന കുൻചി, നിങ്ങൾ എവിടെയായിരുന്നു? നമ്മുടെ മക്കളിൽ തിന്മകളുടെ സാഹചര്യങ്ങളിലേക്ക് പോകുന്നിടത്ത് മാതാപിതാക്കൾ ഗുരുതരമായും വളരെ അതിസൂക്ഷ്മമായ ജാഗരണം വേണമെന്ന് പഠിപ്പിക്കുകയാണ് ലോകത്തിന്റെ ഗുരു. സ്വന്തം മോളാണ് ഫാത്തിമ ബീവി, എന്നിട്ട് പോലും തങ്ങൾ ചോദിച്ചു, മോളെ നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ ആ ജനാസയുടെ വീട്ടുകാരെ പോയി കുൻതു അസീഹിം, ഞാൻ അവർക്ക് സമാധാനം കൊടുക്കുന്ന വാക്കുകൾ പറയാൻ ആ വീട്ടുകാരുടെ കൂടെ നിൽക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നേരം വൈകിപ്പോയത്. നിങ്ങൾ ആ ജനാസ മറവ് ചെയ്യുന്ന ഖബർസ്ഥാൻ വരെ നിങ്ങൾ പോയോ മയ്യത്തിന്റെ കൂടെ? ഇല്ല നബിയേ, ഞാൻ പോയിട്ടില്ല. മുസ്ലിമീങ്ങളുടെ പൊതു മറവ് ചെയ്യപ്പെടുന്ന സ്ഥലത്ത് മഖ്ബറയിലേക്ക്, പൊതു ശ്മശാനത്തിലേക്ക് പെണ്ണുങ്ങൾക്ക് പ്രവേശനമില്ലെന്നും പാടില്ലെന്നും തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നബിയേ കൈഫ, ഞാൻ എങ്ങനെ അത് ചെയ്യും? അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ പൊതു ശ്മശാനങ്ങളിലേക്ക് പെണ്ണുങ്ങളോട് പോകരുതെന്ന്. ഞാൻ പോയിട്ടില്ല നബിയേ. അമാ ഇന്നകീലൗ അതൈതി, നിങ്ങളെങ്ങാനും ആ പൊതു ശ്മശാനത്തിലേക്ക് കടന്നിരുന്നുവെങ്കിൽ നിന്റെ വല്ലിപ്പയുടെ ഉപ്പ, അതായത് അബ്ദുൽ മുത്തലിബ് എന്നവര് സ്വർഗത്തിൽ കടക്കുന്നവരെ നിനക്ക് സ്വർഗപ്രവേശനം സാധ്യമാകുമായിരുന്നില്ല. അബ്ദുൽ മുത്തലിബ് എന്നവർ മുസ്ലിമായിട്ടാണോ അല്ലയോ മരണപ്പെട്ടത് എന്ന ചരിത്രത്തിൽ നമ്മുടെ ഉലമാഇനിടയിൽ ഒരുപാട് ചർച്ച നടന്നൊരു വിഷയമാണ്. നബി തങ്ങളുടെ ഈ ഹദീസ് പ്രകാരം അല്ലെന്ന് വരും. അങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ജനാസയെ അനുഗമിച്ചുകൊണ്ട് പൊതു ശ്മശാനത്തിലേക്ക് നിങ്ങൾ പോയിരുന്നുവെങ്കിൽ അത് വലിയൊരു കുറ്റകരമായിരുന്നു ഫാത്തിമ എന്ന് പഠിപ്പിക്കാൻ തങ്ങൾ ഉപയോഗിച്ച ഗൗരവത്തിന്റെ വാക്കുകളാണത്. എന്തിന് ഒരു ജനാസയെ അനുഗമിക്കാൻ പോയിട്ട് നേരം വൈകി വന്നപ്പോൾ സ്വന്തം മോളോട് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കാൻ തങ്ങൾ മടി കാണിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോ, സ്കൂളിലേക്ക് പോകുമ്പോ, കോളേജിലേക്ക് പോകുമ്പോ അവരെങ്ങനെയാണ്, ഏത് വസ്ത്രവിധാനത്തിലാണ് പോകുന്നത്? അച്ചടക്കമുണ്ടോ അവർക്ക്? അവിടുത്തെ കഫകളിലും മറ്റും കറങ്ങി നടക്കുകയാണോ? അച്ചടക്കത്തോടെ പഠിക്കുന്നുണ്ടോ അവര് സമയം കൊല്ലുകയാണോ? ഫ്രണ്ട്ഷിപ്പിന്റെ പേര് പറഞ്ഞ് കറങ്ങി നടക്കുകയാണോ എന്ന് പോലും ചിന്തിക്കാൻ സമയമില്ലാതെ ഈ ഉമ്മത്ത് ഓടുമ്പോൾ ഏറ്റവും ആദ്യമായി നമ്മൾ ചെയ്യേണ്ട അൽ അംറു ബിൽ മഅറൂഫ് വന്നഹ്യു അനിൽ മുൻകർ, നമ്മുടെ മക്കളോട് ചെയ്യാൻ മടിച്ചു പോവരുത്. അസ്വല്ലൽ ഗുലാം, മൈമൂന ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിബിതങ്ങൾ വന്നപ്പോ, ഹബീബിന്റെ ഭാര്യയാണ്, മൈമൂന ബീവിയുടെ കുടുംബക്കാരനാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ. മൈമൂന ബീവിയുടെ ബന്ധുവാണ്. ബീവി മഹാനവറുകളുടെ അമ്മായിയാണ്. ഇബ്നു അബ്ബാസ് എന്ന് പറയുന്ന അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഹബീബിന്റെ വീട്ടിൽ വന്ന് ഒരു ദിവസം കിടന്നുറങ്ങാൻ വന്നപ്പോ പുണ്യ നബി തങ്ങൾ പാതിരാത്രിയിൽ കടന്നു വന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉറങ്ങിയതുപോലെ കിടക്കുകയാണ്, ഉറങ്ങിയിട്ടില്ല. മൈമൂന ബീവിയോട് ആദ്യം ചോദിച്ചത് അസ്വല്ലൽ ഗുലാം,